ബിസ്മില്ലാഹി അഹ്മദുല്ലാഹ വസ്സല്ലി വസല്ലിമു അലാ റസൂലിഹിൽ കരീം. ഫിഖ് പാർട്ട് 13. വസാനി ഓസുൽ വജിഹി. വുളുഇൻ്റെ ഫർളുകളിൽ രണ്ടാമത്തത് മുഖം കഴുകലാണ്. മുഖത്തിൻ്റെ അതിർത്തി വിശദീകരിക്കുകയാണ്. വൽ വജുഹു തൂലൻ മാ ബൈന മനാബിത്തി ഷഅരി റസി വ മുന്തഹൽ ലിഹയൈൻ വഅർളൻ മാ ബൈന ഉദുനൈ. നീളത്തിൽ പറയുമ്പോൾ സാധാരണഗതിയിൽ തലമുടി മുളക്കുന്ന സ്ഥലത്തിൻ്റെയും രണ്ട് താടിയെല്ലുകൾ അവസാനിക്കുന്ന സ്ഥലത്തിൻ്റെയും ഇടക്കുള്ള ഭാഗമാണ്. വീതിയിൽ രണ്ട് ചെവികൾക്കിടയിലുള്ള ഭാഗമാണ്. ഇതാണ് മുഖത്തിൻ്റെ അതിർത്തി. ഈ അതിർത്തിയിലുള്ള മുഴുവൻ ഭാഗങ്ങളും വെള്ളം ഒലിപ്പിച്ചു തന്നെ കഴുകൽ വുളുഇൻ്റെ ഫർളാണ്. മുഖത്ത് ധാരാളം മുടികൾ മുളക്കുന്നു. മീശ, പുരികം, ഓമ, താടി, ചുറ്റങ്ങത്താടി, ഇങ്ങനെ പല നിലക്കുള്ള രോമങ്ങളും പുരുഷമുഖത്തും സ്ത്രീമുഖത്തുമൊക്കെ ഉണ്ടാവും. ആ മുടികളുടെ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ വെള്ളമെത്തുന്ന രൂപത്തിൽ കഴുകൽ നിർബന്ധമാണ്. വയജിബ് ഓസ്ലു ഷഅരിഹി ളാഹിറൻ വ ബാത്തിനൻ. മുഖത്തുള്ള മുടിയുടെ ഉൾഭാഗവും പുറംഭാഗവും കഴുകൽ നിർബന്ധമാണ്. ഇല്ലാ കസീഫൽ ലഹിയത്തി വൽ ആരിളി. നല്ല തിക്നെസ്സുള്ള അഥവാ അഭിമുഖമായി സംസാരിക്കുമ്പോൾ രോമത്തിൻ്റെ ഇടയിലൂടെ തൊലി കാണാത്ത വിധം ഇടതൂർന്ന താടി, ഇടത്താടി, ഇത് രണ്ടിൻ്റെയും ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. ബാക്കി മുഖത്തുള്ള സർവ്വരോമത്തിൻ്റെയും ഉൾഭാഗവും പുറംഭാഗവും കഴുകൽ നിർബന്ധമാണ്. കട്ടിയുള്ള മീശക്കാർ ശ്രദ്ധിക്കണം. പെട്ടെന്ന് വുളു എടുത്ത് പോകുമ്പോൾ മീശയുടെ ഉള്ളിലേക്ക് വെള്ളം ചേരാത്തൊരു സാഹചര്യം വന്നാൽ ആ വുളു സഹിഹാവുന്നതല്ല. ഇതുപോലെ നല്ല കട്ടിയുള്ള പുരികം, ആ പുരികത്തിനുള്ളിലേക്കും വെള്ളം ചേരാൻ ലേശം പ്രയാസപ്പെടും. ഇപ്പോൾ ചുണ്ടിൻ്റെ കീഴ്ചുണ്ടിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ചില ആളുകൾ മുടി നീട്ടി വളർത്തുക എന്നത് ഒരു ഹോബിയാക്കി കൊണ്ട് നടക്കാറുണ്ട്. അവിടെയും വെള്ളം ചേരാൻ പ്രയാസമാണ്, വെള്ളം ഒലിക്കാൻ പ്രയാസമാണ്. അവിടെയും ശ്രദ്ധിച്ചു കഴിയേണ്ടതാണ്. ചെവിയുടെ നേർഭാഗത്തുള്ള താടിയുടെ ഭാഗങ്ങളും ഇങ്ങനെ തന്നെ. അപ്പോൾ രണ്ട് സ്ഥലം, താടിയുടെ, ഇടത്താടിയുടെ, അതും തിക്കുള്ളത്, അതിനുൾഭാഗമല്ലാത്ത മുഖത്ത് എല്ലാ മുടികളുടെയും ഉൾഭാഗവും പുറംഭാഗവും വെള്ളം ഒലിപ്പിച്ചു തന്നെ ശ്രദ്ധിച്ചു കഴുകൽ നിർബന്ധമാണ്. ഇതാണ് വുളുഇൻ്റെ രണ്ടാമത്തെ ഫർള്. വമിനൽ വജിഹി മുന്തഹൽ ലിഹയൈനി വഹുമ്രത്തു ഷഫത്തൈൻ. താടിയെല്ലിൻ്റെ താഴ്ഭാഗത്തെ ആ സ്ഥലം മുഖത്തിൽപ്പെട്ടതാണ്. അതുപോലെ ചുണ്ടിൻ്റെ ചുവപ്പ്, അതും മുഖത്തിൻ്റെ പരിധിയിൽപ്പെട്ടു തന്നെയാണ്. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വുളു എടുത്താൽ അവിടെ വെള്ളം ചേരാത്തൊരു സാഹചര്യം വന്നാൽ വുളു സഹിഹാവുന്നതല്ല. അതേസമയം ചെവിയുടെയും കഴനെറ്റിയുടെയും ആട്ടിൻചെന്നിയുടെയും ഇടയ്ക്ക് മുടി മുളക്കുന്ന സ്ഥലം, അതിന് മുഖവളയിടുന്ന സ്ഥലം എന്നാണ് സാധാരണ പറയാറുള്ളത്. അതുപോലെ ചെവിക്കുറ്റി, കഴനെറ്റി, കഷണ്ടിയുടെ സ്ഥലം, ഇവ മുഖത്തിൻ്റെ പരിധിയിൽ പെട്ടതല്ലെങ്കിലും അവിടെയൊക്കെ കഴുകൽ സുന്നത്താണ്. വലായജിബ് വസ്ലു ബാത്തിൻ ലൈനി. കണ്ണിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. വലായുസന്നു വലായുസ്തഹബു, സുന്നത്താക്കപ്പെടുകയുമില്ല. വൽയുക്രഹു, മറിച്ച് കണ്ണിൻ്റെ ഉള്ളു കഴുകൽ കറാഹത്താണ്. എന്നാൽ വൈന്നമായ വസ്ലുഇദാ തനജ്ജസാലി ഗലലി അംബിൻ നജാസത്തി. കണ്ണിൻ്റെ ഉള്ളിലേക്ക് നജിസ് വീണാലോ കഴുകൽ നിർബന്ധമാണ്. അത് നജിസ് വളരെ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് കഴുകിയേ മതിയാകൂ. ഇങ്ങനെ മുഖത്തെ കഴുകേണ്ട ഭാഗങ്ങളും കഴുകേണ്ടാത്ത ഭാഗങ്ങളുമാണ് വിശദീകരിച്ചത്. വജിബ് വസ്ലു ബാദി ഹുദൂദിൽ വജ്ഹിൽ യതഹഖഖ വസ്ലു ജമീഇഹി. മുഖം മുഴുവനും കഴുകിയെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുഖത്തിൻ്റെ അതിർത്തികൾ കൂടെ അല്പം കഴുകൽ നിർബന്ധമാണ്. അളന്ന് മുറിച്ച് അതിർത്തി കഴുകല്ല, അതിർത്തികളും കൂടെ അല്പം ഉൾപ്പെടുത്തി കഴുകൽ നിർബന്ധമാണ്. മുഖം മുഴുവനും തടകി കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ.
ഇങ്ങനെ ശ്രദ്ധിച്ച് മുഖം കഴുകി വുളു എടുക്കാനുള്ള സാഹചര്യം നാം സൃഷ്ടിക്കണം. മീശ, പുരികം, കീഴ്ചുണ്ടിൻ്റെ അടിഭാഗത്തുള്ള ആ രോമങ്ങൾ, ഇവിടെയൊക്കെ വെള്ളം ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി ഷർത്തുകളൊക്കെ ഒത്ത വുളു എടുത്ത് നിസ്കരിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. ഫിഖ് പാർട്ട് 14. വസാലിസു ഒസ്ലു യദൈഹി മാ മിർഫഖൈഹി. വുളുവിൻ്റെ മൂന്നാമത്തെ ഫർള് കൈമുട്ടുകൾ ഉൾപ്പെടെ 2 കൈകൾ കഴുകലാണ്. വയജിബു ഗസ്ലു ജമീഇ മാ ഫി മഹല്ലിൽ ഫർളി. കഴുകൽ നിർബന്ധമായ സ്ഥലത്തുള്ള മുഴുവൻ വസ്തുക്കളെയും കഴുകൽ നിർബന്ധമാണ്. മിൻ ഷയറിൻ, മുടി, വളുഫുരിൻ, നഖം, വയിൻ ത്വാല, എത്ര നീളമുള്ളതാണെങ്കിലും. നഖം വളരെ നീട്ടി വളർത്തിയിട്ടുണ്ടെങ്കിലും കയ്യിലെ രോമങ്ങൾക്ക് നീളം കൂടുതലാണെങ്കിലും. വസിലാത്തിൻ, മുഴയോ മറ്റോ ഉണ്ടെങ്കിൽ അതും. വൈസ്ബൈൻ സായിദത്തിൻ, 5-ൽ കൂടുതൽ വിരലുണ്ടെങ്കിൽ അതും. ഇങ്ങനെ നിർബന്ധമായി കഴുകേണ്ട ഭാഗത്തുള്ള സർവം വെള്ളമൊലിപ്പിച്ച് കഴുകൽ വുളുവിൻ്റെ ഫർളാണ്. ഫൈൻ കുത്തിയ ബാലു യദിഹി വജബ ഒസ്ലു മാ ബക്കിയ. കയ്യിൻ്റെ അല്പഭാഗം മുറിക്കപ്പെട്ടു പോയാൽ ബാക്കിയുള്ളത് കഴുകൽ നിർബന്ധമാണ്. ഔമിൻ മിർഫഖിഹി ഫറസി അലുദിഹി. കൈമുട്ടിൽ നിന്ന് വേർപെടുത്തപ്പെട്ടാൽ തോൾക്കയ്യിൻ്റെ താഴ്ഭാഗം അഥവാ മുട്ടും തോളും കൂടി സന്ധിക്കുന്ന സ്ഥലത്ത് കഴുകൽ നിർബന്ധമാണ്. ഔമിൻ ഫൗഖിഹി, അതിൻ്റെയും മുകളിൽ മുറിക്കപ്പെട്ടാൽ നുദിബ ഒസ്ലു ബാക്കി അലുദിഹി, തോൾക്കയ്യിൻ്റെ ബാക്കിയുള്ള ഭാഗം കഴുകൽ സുന്നത്താണ്. ഇങ്ങനെ 2 കൈകളും വെള്ളം ഒലിപ്പിച്ച് കഴുകുക എന്നത് വുളുവിൻ്റെ ഫർളാണ്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. കൈകളിൽ മോതിരം അണിഞ്ഞവരുണ്ടാകാം. നല്ല ടൈറ്റായിട്ടുള്ള മോതിരമാകുമ്പോൾ ഉള്ളിൽ വെള്ളം ചേരാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കഴുകുന്ന സമയത്ത് ഇത് ഇളക്കിയിട്ട് ഉള്ളിലേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. ഇതുപോലെയാണ് നഖത്തിൻ്റെ ഉൾഭാഗത്തുള്ള അഴുക്കുകൾ. അത് വെള്ളം ചേരുന്നതിനെ തടയും. നേരത്തെ ഷർത്ത് പറഞ്ഞപ്പോൾ നാം വിശദീകരിച്ചിരുന്നു വുളുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം ഒലിച്ചിറങ്ങണമെന്ന്. ഇതുപോലെയാണ് കൈയിൻ്റെ നഖത്തിന് നൈൽ പോളിഷ് ഇട്ട ചില ആളുകളെ കാണാൻ കഴിയും, ചില സ്ത്രീകളെ. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. മൈലാഞ്ചി കളറല്ല പറയുന്നത്, പോളിഷ്. അതിട്ട് കഴിഞ്ഞാൽ വെള്ളം ചേരില്ല. അങ്ങനെയുള്ള വെള്ളം ചേരുന്നത് തടസ്സമാകുന്ന വസ്തുക്കളൊന്നുമില്ലാതെ 2 കൈകൾ വെള്ളം ഒലിപ്പിച്ച് കഴുകുക എന്നത് വുളുവിൻ്റെ മൂന്നാമത്തെ ഫർളാണ്. വറാബിഉ മസ്ഹു ബഅദി റഅസിഹി. 4ാമത്തെ ഫർള് വുളു എടുക്കുന്നവൻ്റെ തലയിൽ നിന്ന് അല്പഭാഗം തടകലാണ്. ഒരു നസ്അത്തൻ, അത് കഴനെറ്റിയിൽ തടകിയാലും മതി. ഔ ബഅദ ഷഅറത്തിൻ, അല്ലെങ്കിൽ ഒരു മുടിയുടെ അല്പഭാഗം തടകിയാലും മതി. പക്ഷേ ലാ യഖ്റുജു ബിൽ മദ്ദി അൻ ഹദ്ദി റഅസി മിൻ ജിഹത്തി നുസൂലിഹ. ആ മുടി ഏതു ഭാഗത്തേക്കാണോ ഇറങ്ങി നിൽക്കുന്നത് ആ ഭാഗം തലയുടെ അതിർത്തിക്ക് പുറത്തു പോകാൻ പാടില്ല. അഥവാ വുളു ചെയ്യുന്ന സമയത്ത് നാം തടകിയ മുടിയുടെ ഭാഗം വലിച്ചു നീട്ടി കഴിഞ്ഞാൽ തലയുടെ അതിർത്തിക്ക് പുറത്ത് കിടക്കുകയാണെങ്കിൽ ആ തടവൽ മതിയാകുന്നതല്ല. അപ്പോൾ സ്ത്രീകളൊക്കെ തടവുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ മുടി നീളമുണ്ടായിരിക്കും. മൂർധാവിൽ തടവിയെന്ന് വിചാരിക്കുക. ആ മുടി മുന്നോട്ട് വലിച്ചിട്ടാൽ തടകിയ ഭാഗം നെറ്റിയിലെത്തുമെങ്കിൽ സഹിയായിട്ടില്ല തടകൽ. തലയല്ല തടകിയത്, തലയ്ക്ക് പുറത്താണ് തടകിയത്. ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരും ശ്രദ്ധിക്കണം. തൊട്ട് മുൻഭാഗത്ത് തടകിയാൽ
മുടിയാണ് തടവുന്നതെങ്കിൽ ആ മുടി വലിച്ചു നീട്ടിയാൽ നെറ്റിയിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ തടവ് സഹിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയിൽ തടകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഏത് ഭാഗത്താണോ മുടിയുള്ളത് ആ ഭാഗത്തേക്ക് നീട്ടിയാൽ തലയ്ക്ക് പരിധിക്കപ്പുറം പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് മുടിയിൽ തടകിയാലും മതി. ഇതുകൊണ്ടാണ് പഴയകാലം നമ്മുടെ ഉമ്മമാരൊക്കെ തല തടകുമ്പോൾ തുരയിൽ തന്നെ തടകാൻ ശ്രമിച്ചിരുന്നത്. മുടിയുടെ ഉള്ളിലൂടെ കൈ കൊണ്ടുപോയിട്ട് തുരയിൽ തന്നെ തടകാൻ അവർ ശ്രമിച്ചിരുന്നു. അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. ഇന്നത്തെ സഹോദരിമാരും ആ ഭാഗം പിൻപറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. വൽ അസഹു ജവാസു വസ്ലിഹി ബില കറാഹത്തിൻ. പ്രബലമായ അഭിപ്രായം, തല തടകുന്നതിന് പകരം കഴുകിയാലോ കറാഹത്തില്ലാതെ തന്നെ അനുവദനീയമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ആ കുളിയിലൂടെ മുതെടുക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ തല തടകിക്കൊള്ളുന്നില്ല, വെള്ളം അതിലേക്ക് ഒഴിച്ചാലും തടകുന്നതിന് പകരമായിട്ട് പരിഗണിക്കപ്പെടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇത് 4ാമത്തെ ഫർളാണ്. ബാക്കി ഫർളുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് പ്രതിപാദിക്കാം. ബിസ്മില്ലാഹി ഹംദലില്ലാഹി സ്വലാത്തും വസലാമൻ അലാ റസൂലില്ലാഹ്. ഫിഖ് പാർട്ട് 15. വൽ ഖാമിസു വസ്ലു റിജ്ലൈഹി മഅ കഅബൈഹി. വുളൂഇൻ്റെ 5ാമത്തെ ഫർള് 2 ഞെരിയാണികൾ ഉൾപ്പെടെ 2 കാലുകൾ കഴുകലാണ്. യജിബു വസ്ലു ജമീഇ മാ അലൈഹിമ മിൻ ഷാരിൻ വളുഫ്രിൻ വഗൈരിഹിമ. 2 കാലുകളിലുള്ള മുടി, നഖം അല്ലാത്ത മുഴയോ മറ്റോ ഉണ്ടെങ്കിൽ അതും കഴുകൽ നിർബന്ധമാണ്. വബാത്തിനി സഖ്ബിൻ വഷക്കിൻ. കാലിൽ ഓട്ടയുണ്ടാകാം, ആണിരോഗം ഉള്ള ആൾക്കാരുണ്ടാവാം, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ആൾക്കാരുടെ കാലിൻ്റെ അടിയിൽ ഓട്ട, ചെറിയ ദ്വാരങ്ങൾ കാണാൻ പറ്റും. അതുപോലെ മടമ്പ് പൊട്ടിക്കീറിയ ആൾക്കാരുണ്ടാവാം. അത്തരം ഓട്ടകളുടെയും കീറലുകളുടെയും ഉള്ളിലേക്ക് വെള്ളം ചേർത്തി കഴുകൽ നിർബന്ധമാണ്. അത് ശ്രദ്ധിക്കാതെ നിന്ന നിപ്പിൽ വെള്ളം പാർന്നങ്ങ് പോയാൽ എല്ലായിടത്തും വെള്ളം എത്തുകയില്ല. അതുവഴി വുളൂ സ്വഹീഹാകാതെ വരും. അങ്ങനെ വരുമ്പോൾ നാം അറിയാതെ നിസ്കാരം തന്നെ സാധുവല്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ശരിക്ക് കാലിൻ്റെ മടമ്പ്, വൈലുൻ ലിൽ അഖാബി മിനന്നാർ എന്നൊരു ഹദീസ് തന്നെയുണ്ട്. മടമ്പുകൾക്കാണ് നാശം. അഥവാ വുളൂ എടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ ശ്രദ്ധിക്കാതെ വെള്ളം ഒഴിച്ചു പോകുന്നവർ, അവർക്കാണ് നാശം. ആ മടമ്പിൻ്റെ ഭാഗത്ത് വിള്ളലും പൊട്ടലും കീറലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്ക് വെള്ളം ചേർത്തിയിട്ട് കഴുകണം. ചില ആളുകളുടെ വിരലുകൾ ഇങ്ങനെ മടങ്ങി ചുരുണ്ടിരിക്കും, പ്രകൃതിയാണ്. അപ്പോൾ ആ വളഞ്ഞു കിടക്കുന്ന ഉള്ളിലേക്കൊക്കെ വെള്ളം ചേരേണ്ടി വരും. മറ്റു ചില ആൾക്കാരുടെ വിരലുകൾ വളരെ അടുത്തിരിക്കും. നന്നായി അടുത്തിരിക്കുന്ന സമയത്ത് ഇടയിലേക്ക് വെള്ളം കയറി ചെല്ലാൻ പ്രയാസപ്പെടുമ്പോൾ അതും ശ്രദ്ധയോടുകൂടെ തന്നെ വെള്ളം കടത്തി കഴുകി, വെള്ളം ഒലിപ്പിച്ച് കഴുകി വുളൂ സഹിയാക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. വലോ ദഖലത് ഷൗക്കത്തും ഫി റിജ്ലിഹി വജബ കൽഉഹ. ഒരാളുടെ കാലിൽ മുള്ള് തറച്ചാൽ ആ മുള്ള് പറിച്ചെടുക്കൽ നിർബന്ധമാണ്. വസ്ലു മഹലിഹ. എന്നിട്ട് ആ മുള്ള് പ്രവേശിച്ച സ്ഥലം കഴുകലും നിർബന്ധമാണ്. ഇൽ ലഹറത്ത്. മുള്ള് പുറത്തേക്ക് കാണുന്നുവെങ്കിൽ, കാലിൽ തറച്ച മുള്ള് പുറത്തേക്ക് കാണുന്നുവെങ്കിൽ ആ മുള്ള് പറിച്ചെടുത്തിട്ട് ആ മുള്ള് പ്രവേശിച്ച ഓട്ട അവശേഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമാണ്. വൈനിസ്തത്രത് കുല്ലുഹാ ഫല. മുള്ള് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്, പുറത്തേക്കൊന്നും കാണുന്നില്ല എങ്കിൽ പിന്നെ അത് പറിച്ചെടുക്കൽ നിർബന്ധമില്ല, മുകൾ ഭാഗത്ത് കഴുകിയാലും മതി. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാല് കഴുകുന്ന സമയത്ത് അതൊക്കെ സ്വാഭാവികമായി ഉണ്ടായേക്കാം. വയജിബു വസ്ലു ബാത്തി നഫ്തിൻ തശക്കക്ക മാലം യർത്തതിക്. ചിലപ്പോൾ തീ പൊള്ളി പൊക്കളയിട്ട ഭാഗമുണ്ടാവാം. അങ്ങനെ പൊള്ളിച്ച് മറ്റോ സംഭവിച്ചിട്ടുള്ള കുരു ഉണ്ടായി, അത് കീറിയിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ ഉള്ളിലേക്കും വെള്ളം ചേർത്തി കഴുകൽ നിർബന്ധമാണ്.
ഇറച്ചി വന്ന് കൂടിയത് കുത്തിപ്പൊളിക്കണം എന്നല്ല ഈ പറയുന്നത്. കുരു, മുറിവ്, പൊക്കിള അതൊക്കെ പൊട്ടിയിട്ട് അതിനുൾഭാഗത്തേക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ടെങ്കിൽ അതിനുള്ളിലേക്കൊക്കെ വെള്ളം ചേർത്തിക്കൊണ്ട് കഴുകൽ നിർബന്ധമാണ് എന്നർത്ഥം. കാല് കഴുകുമ്പോൾ കൊമ്പിടാൻ മടിക്കുന്നവരുണ്ട്. വുളൂ ഒരു ഇബാദത്താണെന്ന കാര്യം നാം മനസ്സിലാക്കണം. ഇബാദത്തിനെ എപ്പോഴും നാം ബഹുമാനിച്ചിരിക്കണം. ഈ ഒരു ബഹുമാനാദരവ് നഷ്ടപ്പെട്ടത് കൊണ്ട് വുളൂ മൈൻഡ് ചെയ്യപ്പെടുന്നില്ല എന്നതൊരു പരമാർത്ഥമാണ്. ഊര വളച്ചുകൊണ്ട് കാലിൽ കൈകൊണ്ട് ഉരസി എത്തേണ്ട ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി വുളൂ എടുക്കാൻ ശ്രമിക്കാത്ത പക്ഷം നാം അറിയാതെ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും, ഫസാദായി പോകും. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഫർളുകൾ പരിപൂർണമായി ചെയ്യുന്നിടത്ത് അവർ അശ്രദ്ധരാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ സമ്പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നിടത്ത് അശ്രദ്ധരാണ്. ഇങ്ങനെയൊക്കെ അശ്രദ്ധതയോടുകൂടെ നിസ്കരിച്ചതുകൊണ്ടൊരു പ്രയോജനം ലഭിക്കുകയില്ല എന്ന കാര്യം നാം വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് കഴുകുന്ന അവയവങ്ങളിൽ കൈയായാലും മുഖമായാലും കാലാണെങ്കിലും അവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിച്ചുകൊണ്ട് തന്നെ സശ്രദ്ധം കഴുകാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ലക്കൽ ഹംദു വസ്സലാത്തൻ വസ്സലാമൻ അലാ റസൂലിഹിൽ അമീൻ. ഫിഖ് പാർട്ട് 16. വസാദിസു അത്തർതീബു കമാ ദുകിർ. വുളൂഇൻ്റെ 6ാമത്തെ ഫർള് ഇതുവരെ പറഞ്ഞതുപോലെ ക്രമത്തിൽ ചെയ്യലാണ്. മുഖം കഴുകിയതിന് ശേഷം കൈ കഴുകുക, അതിനുശേഷം തല തടവുക, അതിനുശേഷം ചെവി തടവി കാല് കഴുകുക. ഈ ക്രമത്തിന് വിരുദ്ധമായി വുളൂ ചെയ്താൽ സ്വഹീഹാകുന്നതല്ല. ഫലവിഖ്തസല ബിനിയ്യത്തിൽ വുളൂഇ ഫലാ യസിഹു വുളൂഉഹു ഇല്ലാ ബിത്തർതീബ്. അപ്പോൾ വുളൂഇൻ്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒരാൾ കുളിച്ചാൽ തർത്തീബില്ലാതെ വുളൂ സ്വഹീഹല്ല. ഷവർ ഉപയോഗിച്ചുകൊണ്ടോ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്തുകൊണ്ടോ കുളിക്കുകയാണെങ്കിൽ ആ കുളിയിലൂടെ വുളൂ ലഭിക്കണമെങ്കിൽ ഈ ക്രമം പാലിച്ചിരിക്കാൻ നിർബന്ധമാണ് എന്നർത്ഥം. അതേസമയം വലബിൻ അമസബി നിയ്യത്തിൽ വുളൂഇ അജ്സാഹു വൈലം യംകുസ് ഫിൽ ഇൻഇമാസി സമനൻ യുംകിനു ഫിഹി തർതീബു. വുളൂഇൻ്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ തർത്തീബ് ലഭിക്കാൻ ആവശ്യമാകുന്ന ടൈം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടന്നിട്ടില്ലെങ്കിൽ പോലും അവന് വുളൂ ലഭിക്കും. അത് മുങ്ങിക്കുളിയുടെ പ്രത്യേകതയാണ്. അല്ലാതെ കുളിക്കുമ്പോൾ നിർബന്ധമായി തർത്തീബ് പാലിച്ചിരിക്കണം. അപ്പോൾ വുളൂ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ കയ്യിൽ വുളൂവിൽ വെള്ളം ചേരാത്തൊരു ഭാഗം കണ്ടാൽ എന്തു ചെയ്യണം? തർത്തീബ് നിർബന്ധമായതുകൊണ്ട് ആ ഭാഗം കഴുകി ശേഷം തല തടവി ചെവി തടവി കാല് കഴുകൽ നിർബന്ധമാണ്. കയ്യിൻ്റെ ആ ചേരാത്ത ഭാഗം മാത്രം കഴുകി നിസ്കരിച്ച നിസ്കാരം സ്വഹീഹ് അല്ല. കാരണം കൈ സമ്പൂർണ്ണമായി കഴുകാതെ തല തടകിയത് പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് കാൽ കഴുകിയതും പരിഗണിക്കപ്പെടുന്നതല്ല. ഇതുപോലെ തന്നെ വുളൂ തലക്കെന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിയ്യത്ത് ചെയ്തുകൊണ്ട് രണ്ടാമത് വുളൂ തുടങ്ങേണ്ട ആവശ്യമില്ല. ഏത് അവയവത്തിലാണോ പ്രശ്നമുള്ളത് ആ അവയവവും തുടർന്നുള്ള അവയവങ്ങളും കഴുകിയാൽ മതി. ഇങ്ങനെ വുളൂ സഹിയാവാൻ ഈ തർത്തീബ് നിർബന്ധമാണ്. ഇതുപോലെ തന്നെ വുളൂയിലുള്ള സുന്നത്തുകൾ പരിഗണിക്കപ്പെടാനും ഈ ക്രമം പാലിച്ചിരിക്കണം. തല തടകി കാല് കഴുകും മുമ്പാണ് ചെവി തടകേണ്ടത്. അത് സുന്നത്താണ്. ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ ആ സമയത്തു തന്നെ ചെവി തടകണം. കാല് കഴുകിയ ശേഷം ചെവി തടകിയാൽ ആ സുന്നത്ത് ലഭ്യമല്ല. മുൻകൈകൾ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കും മുമ്പാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. മുൻകൈ കഴുകും മുമ്പ് തന്നെ മിസ്വാക്ക് ചെയ്താൽ അത് വുളൂഇൻ്റെ സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ വുളൂഇൻ്റെ സുന്നത്തുകളായി പരിഗണിക്കപ്പെടണമെങ്കിലും അവിടെ പറഞ്ഞിട്ടുള്ള തർത്തീബ് പാലിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ വുളൂ സഹിയാവാൻ
ഫർദിലെ തർത്തീബുകൾ പാലിക്കേണ്ടതും വുളൂഇൻ്റെ സുന്നത്തുകൾ കിട്ടാൻ അവിടെ പറഞ്ഞ തർത്തീബ് ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് എന്നർത്ഥം. വലു അഹദസ വഅജ്നബ അജ്സാഹുൽ വുസ്ലു അൻഹുമാ ബിനിയ്യതിഹി മിൻ ഒരു തർത്തീബിൻ ലിൻതിറാജിൽ അസ്ഗരി ഫിൽ അക്ബർ. മുങ്ങിക്കുളിച്ചാൽ വുളൂ ലഭിക്കാൻ തർത്തീബ് വേണ്ട എന്ന് പറഞ്ഞതുപോലെ ചെറിയ അശുദ്ധിയും ജനാബത്തുമുള്ള ഒരാൾ ജനാബത്തിന് വേണ്ടിയുള്ള കുടിയുടെ നെയ്യത്ത് വെച്ചുകൊണ്ട് കുളിച്ചാൽ അതോടൊപ്പം ചെറിയ ശുദ്ധിയും ഉയർന്നു പോകും. കാരണം ചെറിയ ശുദ്ധി വലിയ ശുദ്ധിയിൽ ഉൾപ്പെടും. ഒരാൾ കുളിക്കാൻ തുടങ്ങുന്നത് കാലിൽ വെള്ളം പാർന്നുകൊണ്ടാണ്, നെയ്യത്ത് വെച്ചുകൊണ്ട്. അങ്ങനെ മേലോട്ടാവും അദ്ദേഹം വെള്ളം പാർന്ന് കുളിച്ച് വൃത്തിയായത്. എന്നാൽ പോലും വുളൂ ലഭിക്കും. കാരണം വലിയ അശുദ്ധി ഉയർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ശുദ്ധിക്ക് പ്രസക്തിയില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുളിക്കിടയിൽ വുളൂ മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം മുൻകൈയ്യൻ്റെ പള്ള കൊണ്ട് ഉഹ്യഭാഗം സ്പർശിക്കാൻ പാടില്ല. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണെങ്കിൽ വലിയ അശുദ്ധി ഉയരുന്ന സമയത്ത് ചെറിയ അശുദ്ധിയും ഉയരും. തർത്തീബ് പാലിക്കേണ്ടതില്ല. വുളൂവിൻ്റെ പ്രത്യേകമായ നിയ്യത്തും അനിവാര്യമില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, പിന്നീട് വരുന്നുണ്ട് ആ മസ്അല. എന്നാലും കൈക്ക് മുറിവ് പറ്റി അവിടെ ബാൻഡേജ് ഇട്ടു, വെള്ളം ചേരാത്ത സാഹചര്യം വന്നാൽ തയമ്മും ചെയ്യേണ്ടി വരും. കൈക്ക് വേണ്ടിയാണ് തയമ്മും എന്നതുകൊണ്ട് തന്നെ തർത്തീബ് അനിവാര്യമാണ് എന്നിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് മുഖം കഴുകി തല തടകും മുമ്പ് കൈ ശുദ്ധിയാക്കേണ്ടതുണ്ട്. കൈ ശുദ്ധിയാകണമെങ്കിൽ കൈയിൻ്റെ മുറിവില്ലാത്ത ഭാഗങ്ങൾ കഴുകുകയും മുറിഞ്ഞ ഭാഗത്തിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണം. അപ്പോൾ ഇടയ്ക്ക് തയമ്മും കയറി വരും തർത്തീബ് ശ്രദ്ധിക്കുമ്പോൾ എന്നർത്ഥം. ആ നിലക്ക് തർത്തീബോടുകൂടെ വുളൂ എടുക്കാനുള്ള ശ്രമം അത്തരം ആളുകൾ നടത്തേണ്ടതാണ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ്. ഫിഖ് പാർട്ട് 17. മസ്ഹുൽ ഹുഫൈനി, രണ്ട് ഹുഫുകളെ തടകൽ. രണ്ട് കാലുകൾ കഴുകൽ വുളൂല് നിർബന്ധമാണ്, ഫർളാണ്. ഖുർആൻ വ്യക്തമായി ആ കാര്യം പറഞ്ഞു. എന്നാൽ അതിന് പകരം കാലിൽ ധരിക്കുന്ന ഹുഫുകളെ തടവുക എന്നൊരു നിയമം ഇസ്ലാമിൽ അനുവദനീയമായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ചർച്ച മഹാന്മാരായ പണ്ഡിതന്മാർ വിശദമായി തന്നെ നടത്തിയിട്ടുണ്ട്. അത് ഒരു ചെറിയ സൂചന നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയിൽ പറയാം. യജൂസുൽ മസ്ഹു അലൽ ഹുഫൈനി ഫിൽ വുളൂഇ ബദലൻ അൻ ഗസ്ലി റിജ്ലൈനി. രണ്ട് കാലുകൾ കഴുകുന്നതിന് പകരം വുളൂ എടുക്കുമ്പോൾ രണ്ട് ഹുഫുകൾ തടകൽ ജായിസാണ്. ലി മുസാഫിരിൻ സഫറ കസ്രിൻ സലാസത്ത് അയ്യാമിൻ വലയാലിയഹുന്ന. കസറാക്കൽ അനുവദനീയമായ സുദീർഘ യാത്ര ചെയ്യുന്ന ആൾക്ക് 3 പകലുകൾ അതിൻ്റെ രാവുകൾ ഉൾപ്പെടെ. വലിൽ മുക്കീമി യൗമൻ വലൈലത്തൻ, യാത്രക്കാർ അല്ലാത്തവർക്ക് ഒരു രാവും ഒരു പകലും 24 മണിക്കൂറും. ഈ ഒരു കാലഗണന തുടങ്ങുന്നത് എപ്പോഴാണ്? വബ്തിദാഉൽ മുദ്ദത്തി മിൻ ഹദസിൻ ബഅദ ലുബ്സിഹിമ. രണ്ട് ഹുഫുകളും കാലിൽ ധരിച്ചതിന് ശേഷം അശുദ്ധിയായുടെ മുതൽക്കാണ് യാത്രക്കാരൻ്റെ 3 ദിവസം ആരംഭിക്കുന്നത്, അല്ലാത്തവരുടെ 1 ദിവസം ആരംഭിക്കുന്നത്. ഇത് വുളൂവിന് മാത്രം അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. വയജിബു നസ്ഉഹുമ അനിൽ ഹദസിൽ അക്ബർ. വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഊരിയിട്ട് തന്നെ കാൽ കഴുകൽ നിർബന്ധമാണ്. ഹുഫിനെ തടകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഷർത്തുകളാണ് പറയുന്നത്. 5 ഷർത്തുകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഷർത്തുകൾ സസൂക്ഷ്മം വിലയിരുത്തുമ്പോൾ ഇന്ന് നാം കാലിൽ ധരിക്കുന്ന സോക്സുകളുടെ വിധി എന്താണെന്ന് കൂടെ ബോധ്യപ്പെടും. വശുറൂത്തുഹു, ഹുഫിനെ തടകാനുള്ള ഷർത്തുകൾ: 1. ലുബ്സുഹുമ അലാ തുഹരിൻ കാമിലിൻ. സമ്പൂർണമായ ശുദ്ധിയോടെ മാത്രമേ ധരിക്കാവൂ. കുളിയും വുളുവും ഉള്ള സ്ഥിതിക്ക് ധരിക്കണം. 2. സത്രുഹുമ മഹല്ലൽ ഫർളി. കാലുകൈകൾ നിർബന്ധമായ സ്ഥലത്തിൻ്റെ പരിധി മുഴുവനും മറയ്ക്കുന്നതാവണം. മടമ്പ് ഉൾപ്പെടെ മറക്കുന്നതായിരിക്കണം, ജരിയാണി ഉൾപ്പെടെ. 3. ത്വഹാറത്തുഹുമ അനിൽ നജസ്. ആ ഹുഫിൽ നജസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. വഴികളിൽ നിന്നോ മറ്റോ നജസായി കഴിഞ്ഞാൽ അതിൽ തടകി നിസ്കരിച്ചാൽ സ്വഹിയാകുന്നതല്ല.
നാലാമത്തത് മൻഉഹുമാ നുഫൂദുൽ മായി ഇല ഡിജിലി, അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ കാലിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വിധം കട്ടിയുള്ളതാകണം. 5 ഇംകാനു തർദുദി ഫീഹിമാലിൽ ഹാജാത്ത്, അത് രണ്ടും ധരിച്ചുകൊണ്ട് യാത്രാവേളയിലും മുക്കീമിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചെരുപ്പിടാതെ അത് സ്വന്തം ധരിച്ചുകൊണ്ട് പോവാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കുകയും വേണം. ഇതിൽ 4ഉം 5ഉം ഷർത്തുകൾ ശ്രദ്ധേയമാണ്. വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ ഉള്ളിലേക്ക് അത് ചേരാൻ പാടില്ല, നനവ് ചേരാൻ പാടില്ല. അത് ധരിച്ചുകൊണ്ട് ചെരുപ്പില്ലാതെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കാനും സാധിക്കണം. ഈ 2 കാര്യങ്ങളും ഇന്നത്തെ സോക്സുകളിൽ പാലിക്കപ്പെടുന്നില്ല. സോക്സ് നനഞ്ഞാൽ, വെള്ളമൊഴിച്ചാൽ അത് ശരിക്ക് ഉൾഭാഗം നനയും, കാലുകൾ നനയും. മാത്രവുമല്ല, ചെരുപ്പില്ലാതെ സോക്സ് മാത്രമായിട്ട് ആരെങ്കിലും നടക്കാറുണ്ടോ? പള്ളിയിൽ കയറി നടക്കുന്ന വർത്താനല്ല ഈ പറയുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി നടക്കാൻ പറ്റണം. അപ്പോൾ ആ രൂപത്തിൽ കട്ടിയുള്ള തൊലി കൊണ്ടോ ലെതർ കൊണ്ടോ മറ്റേക്ക് ഉണ്ടാക്കുന്ന ഒരു തരം ഷൂ പോലെയുള്ള സാധനമാണ് ഹുഫ് എന്ന് പറയുന്നത്. ഈ ഷർത്തുകൾ ആകണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ സോക്സുകളിൽ തടകിയാൽ ഹുഫിനെ തടകുന്ന സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്നതല്ല. അത്തരക്കാരുടെ നിസ്കാരം സ്വഹീഹല്ല. അവർ ഇമാമത്ത് നിന്നാൽ അവരെ കൂടെ തുടർന്ന ആൾക്കാരുടെ നിസ്കാരവും ബാത്തിലായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹുഫയ്ക്ക് വേണ്ടി മഹാന്മാർ പറഞ്ഞ ഷർത്തുകൾ ഇതിന് ബാധകമല്ല എന്നതാണ് കാരണം. അപ്പോൾ കേരളീയ സംവിധാനത്തിൽ എന്തെങ്കിലും ഹുഫ് സാധാരണ ധരിച്ച് കാണാറില്ല. ഇനി അത് തടകുന്ന ശൈലിയും കൂടെ പറയാം. വാക്കല്ലുഹു മസ്ഫുൽ ബാലിമി നാലാഹുമ, 2 ഹുഫയുടെയും മുകൾ ഭാഗത്ത് ഒന്ന് തടകിയാൽ മതി അതിൻ്റെ ചെറിയ രൂപം കിട്ടാൻ. വാക്മലുഹു മസ്ഫു അലാഹുമ വസ്ഫലിഹിമ മറത്തൻ ഹുത്തൂത്തൻ, സമ്പൂർണമായ ശൈലി മുകൾ ഭാഗവും താഴ്ഭാഗവും വരകളായിക്കൊണ്ട് ഒരു പ്രാവശ്യം തടവരാൻ. പക്ഷെ അതിൻ്റെ ശൈലി ബിയാൻ യുമിറ യദഹുൽ യുംന ഫിൽ ആലാമിൻ അത്രാഫിൽ അസാബിഇ ഇലാ സാക്കിഹി, വലതു കൈകൾ വിരലുകൾ അകറ്റിപ്പിടിച്ചുകൊണ്ട് വരകളായിട്ട് വിരലുകളിൽ നിന്ന് തണ്ടങ്കാലിലേക്ക് കാലിൻ്റെ പുറംഭാഗത്തൂടെ കൊണ്ടുവരിക. വയദഹുൽ യുസ്റാഫിൽ അസ്ഫലി മിനൽ അക്കിബി ഇല അത്രാഫിൽ അസാബി, ഇടത്തെ കൈകളുടെ വിരലുകൾ അകറ്റിപ്പിടിച്ച് വരകളായിട്ട് മടമ്പ് മുതൽ കാൽ വിരൽ വരെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഈ ശൈലിയാണ് തടങ്ങുന്നതിൻ്റെ സമ്പൂർണമായ ശൈലി. അപ്പോൾ ഹുഫ് തടവുക എന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇത് പാടില്ല എന്ന് മുൻകാലത്ത് ചില ബിദഅത്തുകാരൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് മഹാന്മാർ പറഞ്ഞു സുന്നത്ത് ജമാഅത്തിൻ്റെ അടയാളം തന്നെ ഹുഫ് തടകലാണ്. അപ്പോൾ ഹുഫ് തടകുക ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്. ഹുഫ് എന്ന് പറഞ്ഞാൽ ഈ ഷർത്തുകൾ പാലിക്കപ്പെട്ടതായിരിക്കണം. ഈ ഷർത്തുകൾ പാലിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാർക്ക് 3 ദിവസവും അല്ലാത്തവർക്ക് 1 ദിവസവും ഹുഫിൽ തടകാവുന്നതാണ്. സൗകര്യപ്രദം അതായിരിക്കും. ഇതോടുകൂടെ വുളൂവിൻ്റെ ഫർളുകളും ആ ഫർളിൻ്റെ പകരമായിട്ട് വരുന്ന ഹുഫ് തടകലും അവസാനിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് വുളൂവിൻ്റെ സുന്നത്തുകളാണ് പ്രതിപാദിക്കാനുള്ളത്. ആദ്യം മുതൽ അവസാനം വരെ പാലിക്കേണ്ട സുന്നത്തുകൾ സശ്രദ്ധം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ഫിഖ് പാർട്ട് 18. സുനനുൽ വുളൂഇ, വുളൂഇൻ്റെ സുന്നത്തുകൾ. 6 ഫർളുകളാണ് വുളൂഇന് നാം പറഞ്ഞത്. ധാരാളം സുന്നത്തുകളുണ്ട് വുളൂഇന്. ആ സുന്നത്തുകൾ ഓരോ ഫർളിനും അനുബന്ധിച്ചുകൊണ്ടുണ്ട്. മൊത്തത്തിൽ വേണ്ടതുണ്ട്, പ്രാരംഭത്തിൽ വേണ്ടതുണ്ട്, ശേഷം വേണ്ടതുണ്ട്. അതൊക്കെ ശ്രദ്ധാപൂർവം പ്രാവർത്തികമാക്കിക്കൊണ്ട് വേണം വുളൂ ചെയ്യാൻ. അത്തരം വുളൂഇന് വലിയ പ്രതിഫലമുണ്ട്. വലിയൊരു ഇബാദത്തും കൂടിയാണ് ആ വുളൂ. അത് മനുഷ്യൻ്റെ ഭൗതിക ആത്മീയ സുരക്ഷയ്ക്കും കൂടെ വഴി തെളിയിക്കും. അതുകൊണ്ട് ഇനി പറയുന്ന സുന്നത്തുകൾ ഒഴിവാക്കാതെ വളരെ ജാഗ്രതയോടുകൂടെ അവധാനതയോടുകൂടെ വുളൂ എടുക്കാൻ ശ്രമിക്കണം. 1 മായുത്തലബു ഫി ബിദായത്തിഹി, തുടക്കത്തിൽ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഐ യംവിയ ബി ഖൽബിഹി വ യഖൂല ബി ലിസാനിഹി നവൈതു സുനനിൽ വുളൂഇ.
തുടങ്ങുമ്പോൾ തന്നെ വുളൂവിൻ്റെ സുന്നത്തുകളെ ഞാൻ കരുതി എന്ന് വായ കൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സുകൊണ്ട് കരുതൽ ഈ സുന്നത്ത് കിട്ടാൻ നിർബന്ധവുമാണ്. അപ്പോൾ തുടക്കം തന്നെ ഒരു നിയ്യത്ത് വേണം. വുളൂവിൻ്റെ സുന്നത്തുകളെ ഞാൻ കരുതി, വുളൂവിൻ്റെ സുന്നത്തുകളെ വീട്ടാൻ ഞാൻ കരുതി, ഇങ്ങനെ ഏതെങ്കിലും ഒരു സുന്നത്ത്, ഒരു നിയ്യത്ത് അനിവാര്യമാണ്. ആ നിയ്യത്ത് ചെയ്തതോടുകൂടെ തന്നെ അത്തഅവൂദ് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വുളൂഇൽ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രം സ്പെഷ്യൽ വിങ് ശൈത്വാൻ പ്രവർത്തിക്കുന്നുണ്ട്. വലഹ എന്നാണ് പേര്. വുളൂഇൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കി തീർക്കുക, അല്ലെങ്കിൽ വുളൂഇൽ അശ്രദ്ധ ഉണ്ടാക്കുക, എന്നിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഭാഗങ്ങൾ കഴുകാതെ വുളൂ സമ്പൂർണ്ണമാക്കാൻ സാധിക്കാതെ വരിക. ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടോ വീഴ്ച വരുത്തിക്കൊണ്ടോ ഒക്കെ വുളൂവിൻ്റെ പ്രഭ കെടുത്തിക്കളയാനും വുളൂ ബാത്തിലാക്കി കളയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പിശാചിൻ്റെ ഷെറിൽ നിന്ന് കാവലിനെ ചോദിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഉടനെ മൂന്നാമത് തസ്മിയത്തു ബിസ്മി ചൊല്ലുക. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്കും ബർക്കത്തില്ല എന്നാണ്. അക്കല്ലു തസ്മിയത്തി ബിസ്മില്ല. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലുന്നതിൻ്റെ ചുരുങ്ങിയ രൂപമായി. വാക്മലുഹ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. സമ്പൂർണ്ണം ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പൂർത്തിയായി പറയലാണ്. വതുസന്നു തസ്മിയത്തു ലികുല്ലി അംറിൻ ദീ ബാലിൻ. ഷറയിൽ പ്രാധാന്യമർഹിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. ഇൻ തിലാവത്ത് ഖുർആൻ പാരായണം, ഒത്ത് എലീഫിൻ ഗ്രന്ഥരചിക്ക, ലേഖന എഴുതുക, വക്തിഹാരിൻ സുർമ ഇടുക, വാക്കിലിൻ തിന്നുക, വസുർബിൻ കുടിക്കുക, വോസലിൻ കുളിക്കുക, വതയമുമിൻ തയമും ചെയ്യുക, വദബിഹിൻ അറവ് നടത്തുക, വജിമായൻ ജിമായ ചെയ്യുക, വനഹവി അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. ഫൈൻ തറക്കഹ അവൽ വുളൂഇ. വുളൂവിൻ്റെ ആദ്യം ഈ ബിസ്മി ഒരാൾ ഉപേക്ഷിച്ചു, മറന്നോ മറ്റോ, അവൽ അംറിൻ മിമ്മാ ദുക്കിറ, അല്ലെ നേരത്തെ പറഞ്ഞ ബിസ്മി സുന്നത്തായ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പ്രാരംഭത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ അത്താബിഹ അസ്നാഹു, എന്നാൽ ആ കാര്യത്തിൻ്റെ ഇടയിൽ ആ ബിസ്മി ചൊല്ലണം. ഖായിലൻ ബിസ്മില്ലാഹി അവ്വലുഹു വാഹിറഹു. ബിസ്മില്ലാഹി അവ്വലുഹു വാഹിറഹു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തിലും അവസാനത്തിലും ബിസ്മി കൊണ്ട് എന്ന് പറയാം. ഇല്ലാ ഫിനാവിൽ ജിമായി മിമാ യുക്റഹു ഫിൽ കലാം. ജിമായി പോലെയുള്ള സംസാരം കറാഹത്തുള്ള കാര്യങ്ങളിൽ ഇടയ്ക്ക് അങ്ങനെ ഓർമ്മ വന്നാൽ പറയരുത്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വാഹിറുഹു എന്ന് പറഞ്ഞിട്ട് ഇത് പരിഹരിക്കാം. നാലാമത്തെ സുന്നത്ത് അഷ്ഷഹാദത്താനി ബഅദ തസ്മിയത്തി. ബിസ്മി ചൊല്ലിയതിന് ശേഷം 2 ഷഹാദത്തു കലിമ ചൊല്ലലാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യൻ ഇല്ലെന്ന്, അവൻ ഏകനാണ്, അവന് കൂട്ടുകാരനില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടിമയാണ്, അവൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ 2 ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. അഞ്ചാമത്തത് അൽഹംദു ബഅദ ഷഹാദത്തൈനി. 2 ഷഹാദത്ത് കലിമ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുക. അപ്പം പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ജഅലൽ മാഅ തഹൂറ, ഈ വെള്ളത്തെ തഹൂറാക്കി തന്ന, ഈ വെള്ളത്തെ ശുദ്ധീകരണ യോഗ്യമാക്കി തന്ന. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ രാവിലെ തന്നെ വുളു എടുക്കുമ്പോൾ അവൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഈ വെള്ളത്തിൻ്റെ മഹാത്മ്യമാണ്. ഇതൊരു മുസ്ലിമിനെ സാധിക്കുകയുള്ളൂ. വെള്ളം എന്ന് പറയുന്നത് ഒരു മഹത്തായ അനുഗ്രഹമാണല്ലോ. അതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു വലിയ അനുഗ്രഹത്തെ ഓർക്കുകയും അതിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ശൈലി മുസ്ലിമിൻ്റെ ജീവിതത്തിലേക്ക് കാണൂ. അപ്പോൾ ഈ വെള്ളം തന്ന റബ്ബിനെ ഓർത്ത് അവന് ശുക്ർ ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വുളു എടുക്കുന്ന സമയത്ത് ഈ ദിക്ർ മറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപരാധമാണ്. അതുകൊണ്ട് എല്ലാവരും മുൻകൈ കഴിയുന്ന സമയത്ത് ഈ നിയ്യത്ത് അനിവാര്യമായി, ഈ ദിക്ർ അനിവാര്യമായി പറഞ്ഞിരിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന് സമ്പൂർണ്ണമായി പറഞ്ഞ് മുൻകൈ കേകിയിട്ട് വേണം വുളു തുടങ്ങാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ തന്നെ മരണം വരെ ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ഫിഖ് പാർട്ട് 19. വുളുവിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ് പരാമർശം. തുടങ്ങുമ്പോഴുള്ള 5 സുന്നത്തുകൾ നാം വിശദീകരിച്ചു. 6ാമത്തെ സുന്നത്ത് വസ്ലുൽ കഫൈനി മഅൽ കുഅൈനി, 2 മുൻകൈകൾ മണിബന്ധം ഉൾപ്പെടെ ഒന്നിച്ച് കഴുകലാണ്. കൈകൾ കഴുകുമ്പോൾ മോതിരം ധരിച്ച് വെള്ളം ചേരാത്ത ഭാഗമുണ്ടെങ്കിൽ മോതിരം ഇളക്കി വെള്ളം ചേർക്കേണ്ടത് സുന്നത്ത് ലഭിക്കുന്നതിന് അനിവാര്യമാണ്. അതുപോലെ നഖത്തിൻ്റെ അടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ വല്ലതും തടസ്സങ്ങളുണ്ടെങ്കിലും ഈ സുന്നത്ത് ലഭിക്കാതെ പോകും. ഇപ്പോൾ 6 സുന്നത്തുകൾ നാം പറഞ്ഞു. ആകെ വുളുവിന് 6 ഫർളുകളാണുള്ളത്. പക്ഷേ തുടക്കത്തിൽ തന്നെ 6 സുന്നത്തുകൾ നാം പരാമർശിച്ചു. ഇതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഓരോ ഫർളിനും ശക്തി പകരാൻ, ആ ഫർളിൻ്റെ പ്രഭ വർദ്ധിക്കാൻ ധാരാളം സുന്നത്തുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നലെ തസ്കിയയിൽ പറഞ്ഞത്, ഹാഫിൾ അലാ സുനനിൻ വ ആദാബിൻ അതദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മായുത്തലബു ഫിൽ ഫമി വൽ അൻഫി, വായ, മൂക്ക് എന്നീ അവയവങ്ങളിൽ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതിൽ 1ാമത്തത് അഥവാ മൊത്തം 7ാമത്തത് അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, അസ്സിവാക്കു മത്ഹറത്തുല്ലിൽ ഫമി മർദാത്തുല്ലിർ റബ്ബി. മിസ്വാക്ക് ചെയ്യുക എന്നത് വായക്ക് ശുദ്ധീകരണമാണ്, റബ്ബിന് പൊരുത്തമുള്ളതുമാണ്. അള്ളാഹുവിന് തൃപ്തി നേടാനുള്ളൊരു വഴിയാണ് മിസ്വാക്ക് ചെയ്യുക. വായക്ക് ശുചിത്വമുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വലിയ ശ്രേഷ്ഠ ഇബാദത്താണ് മിസ്വാക്ക് എന്ന് ആ ഹദീസ് തന്നെ നമ്മെ തെര്യപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസ്, വലൗല അൻ അശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളുഇൻ. എൻ്റെ സമുദായത്തിന് ഞാൻ പ്രയാസമായി കാണുന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളുഇൻ്റെ അവസരത്തിലും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ അവരോട് നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ സമുദായത്തോടുള്ള സ്നേഹമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാ സമയത്തും ഇങ്ങനെ മിസ്വാക്ക് ചെയ്യുക എന്നത് പ്രയാസകരമായിട്ട് കണ്ടതുകൊണ്ട് അവിടുന്ന് നമ്മോട് നിർബന്ധമായി കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹദീസിനോട് നാം പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? നിരന്തരമായി എല്ലാ വുളുവിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യുക തന്നെ. മറ്റൊരു ഹദീസിൽ, വലൗല അൻ അശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി സ്വലാത്തിൻ. എൻ്റെ സമുദായത്തിന് ഞാൻ പ്രയാസമായി കാണുന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരവേളയിലും ഞാൻ മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ വുളുവിന് എടുത്താൽ മാത്രം പോരാ, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതും വലിയ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസ്, വറകഅതാനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റകഅതൻ ബിലാ സിവാക്കിൻ. മിസ്വാക്ക് ചെയ്തുകൊണ്ട് 2 റകഅത്ത് നിസ്കരിക്കൽ മിസ്വാക്ക് ചെയ്യാതെ 70 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. മാഷാ അല്ലാഹ്. ഈ പതിവ് കേരളീയർക്കില്ല എന്നതാണ് ദുഃഖകരമായൊരു വസ്തുത. ചില ബിദ്അത്തുകാർ ഇത് പതിവാക്കിയിട്ടുണ്ട്. ഇത്തരം സുന്നത്തുകൾ നാം പതിവാക്കാൻ ശ്രമിക്കണം. നമ്മുടെ കയ്യിൽ ഒരു അറാക്കിൻ്റെ കൊള്ളിയുണ്ടെങ്കിൽ കാര്യം നടക്കും. പക്ഷേ കേരളീയരെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറേ പേസ്റ്റും ധാരാളം വെള്ളവും ഉണ്ടെങ്കിലേ പല്ല് തേപ്പ് നടക്കൂ എന്നാണ് ധരിച്ചു വച്ചിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. എപ്പോഴും പല്ല് തേക്കുന്നൊരു മുഅ്മിനാണെങ്കിൽ പല്ലിൽ വൃത്തികേടുണ്ടാവില്ല.
അവൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആറാക്കി കൊണ്ടൊന്ന് പല്ല് ഉരസിക്കഴിഞ്ഞാൽ ആ സുന്നത്ത് ലഭിക്കുകയാണ്. മിസ്വാക്ക് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ ചെയ്യാതെ 70 റക്അത്തിനേക്കാൾ മഹത്വം കിട്ടുമെന്ന് പറയുമ്പോൾ എത്ര ശ്രേഷ്ഠമാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. പലപ്പോഴും നമ്മളൊക്കെ ദിവസം 2 നേരം മാത്രമേ പല്ല് തേക്കാറുള്ളൂ. ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും മറ്റൊന്ന് കിടക്കാൻ പോകുന്ന സമയത്തും. അതുതന്നെ നല്ല കാര്യം. എന്നാൽ നിരവധി തവണ മിസ്വാക്ക് ചെയ്യൽ മുഅക്കദായ സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വുളു എടുക്കുന്ന ഈ സമയം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുൻകൈകൾ കഴുകും മുമ്പ് നമ്മൾ പല്ല് തേക്കുന്നുവെങ്കിൽ അത് വുളുവിൻ്റെ സുന്നത്തായ മിസ്വാക്കായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. 2 മുൻകൈകൾ കഴുകിയതിന് ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്ന സുന്നത്ത് ചെയ്യും മുമ്പ് ഈ 2നെയും ഇടയ്ക്ക് തന്നെ മിസ്വാക്ക് ചെയ്യുമ്പോഴാണ് വുളുവിൻ്റെ സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വായ വൃത്തികേടായിരിക്കും. ആ വൃത്തികേട് നീക്കാൻ വേണ്ടി ആ നിയ്യത്ത് വെച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്താൽ അതിന് സ്പെഷ്യൽ വേറെ കൂലി കിട്ടും. അതിനുശേഷം വുളു ആരംഭിച്ചു കഴിഞ്ഞാൽ മുൻകൈകൾ കഴുകിയിട്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്ന സുന്നത്തിന് മുമ്പായിട്ട് ഒന്നുകൂടെ മിസ്വാക്ക് ചെയ്യുക. എന്നാൽ വുളുവിന് സുന്നത്തും കിട്ടും. വുളുവിന് സുന്നത്ത് കിട്ടണമെങ്കിൽ ഈ ക്രമം പാലിച്ചേ മതിയാകൂ. ശ്രദ്ധിക്കാതെ പോകുന്ന, വെറുതെ നഷ്ടമായി പോകുന്നൊരു വലിയ സുന്നത്താണ് ഈ മിസ്വാക്ക് ചെയ്യുക എന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേട്ട മുഴുവൻ ആളുകളും ഇനി തീരുമാനിക്കുക, എപ്പോൾ വുളു ചെയ്യുകയാണെങ്കിലും ഞാൻ മിസ്വാക്ക് ചെയ്തേ വുളു എടുക്കൂ എന്ന്. ഒരു ബ്രഷ് കൈകൊണ്ട് നടക്കാൻ പ്രയാസമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, നിരവധി കാർഡുകളുണ്ട്, പേനയുണ്ട്, ചീർപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു മിസ്വാക്ക് കൈപിടിക്കാൻ എന്ത് പ്രയാസമുള്ളത്? പ്രത്യേകിച്ച് സഹോദരിമാരാകുമ്പോൾ ഒരു ഹാൻഡ് ബാഗ് അവർക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ ആകയാൽ മിസ്വാക്ക് നമ്മുടെ കൂടപ്പിറപ്പാവട്ടെ. ഈ സമയങ്ങളിലൊക്കെ മിസ്വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. മിസ്വാക്ക് സുന്നത്തായ നിരവധി സമയങ്ങൾ വേറെയുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹി ലക്കൽ ഹംദു യാ അല്ലാഹ് സ്വലാത്തൻ വസ്സലാമൻ അലൈക യാ റസൂലല്ലാഹ്. ഫിഖ് പാർട്ട് 20. സുന്നത്തിൻ്റെ തുടർച്ച മിസ്വാക്കിൻ്റെയും. ഫസ്സിവാക്ക് മുസ്തഹബുൻ ഫി ജമീഇൽ ഔഖാത്ത്. അപ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്നത് മുഴുവൻ സമയങ്ങളിലും സുന്നത്താണ്. ചില സമയത്ത് പാടില്ല, ചില സമയത്തേ പറ്റൂ എന്ന വ്യവസ്ഥയില്ല. ഏത് സമയത്തും മിസ്വാക്ക് സുന്നത്തു തന്നെയാണ്. ഇല്ലാ ലിസ്വാഇമി ബഅദ സവാൽ ഫയുക്റഹു. എന്നാൽ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാൻ പാടില്ല, അത് കറാഹത്ത. ഇല്ലം യതഗയ്യർ ഫമുഹു ബിനഹവി നൗമിൻ. ഉറക്കം പോലത്തെ കാരണങ്ങളാൽ വായയ്ക്ക് പകർച്ച വന്നിട്ടില്ലെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ ശക്തമായി ഉറങ്ങി വായ ആകെ വൃത്തികേടായാൽ ആ വൃത്തികേട് നീക്കാൻ വേണ്ടി മിസ്വാക്ക് ചെയ്യാവുന്നതാണ്. വ ഇല്ലാ ബിസിവാക്കി വൈരിഹി. മറ്റൊരാളുടെ മിസ്വാക്ക് എടുത്തുകൊണ്ട് മിസ്വാക്ക് ചെയ്യലും ഫയഹ്റമു, അത് ഹറാമാണ്, സുന്നത്തല്ല. ഇല്ലം യഅലം ബിറിളാഹു. അയാളുടെ തൃപ്തി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഹറാം. ഫൈൻ അലിമ ഫഹിലാഫുൽ ഔല. അയാൾക്ക് തൃപ്തി ഉണ്ടെന്ന് അറിഞ്ഞാൽ മറ്റൊരാളുടെ മിസ്വാക്ക് എടുത്തുകൊണ്ട് മിസ്വാക്ക് ചെയ്യൽ ഖിലാഫുൽ ഔലയാണ്. ഇല്ലാലി തബറുക്കി, ബറക്കത്തെടുക്കാൻ വേണ്ടി ഒഴിച്ച്. മറ്റുള്ള ഒരു മഹാനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ, അദ്ദേഹത്തിൻ്റെ പൊരുത്തത്തോടുകൂടെ മിസ്വാക്ക് എടുത്ത് പല്ല് തേക്കുകയാണെങ്കിൽ അത് ഖിലാഫുൽ ഔലയും അല്ല. വ ഇല്ലാ ഇദാ കാന ഫീഹി നജസുൻ ഔ റീഹുൻ കരീഹുൻ മുഅ്ദിൻ. വായിൽ നജസോ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന വൃത്തികെട്ട വാസനയോ ഉണ്ടായാലൊഴികെ ഫയജിബു, അപ്പോൾ നിർബന്ധമാണ്. ഹൈസു തവക്കഫ് അലൈഹി ഇസാലത്തുഹു. മിസ്വാക്ക് ചെയ്താലേ ആ നജസോ വൃത്തികേടോ വാസനയോ പോകുമെന്ന് കണ്ടാൽ. അപ്പോൾ ഇവിടെ മിസ്വാക്കിൻ്റെ വ്യത്യസ്തങ്ങളായ വിധികളാണ് പരാമർശിച്ചത്. മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്, നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം കറാഹത്ത്, മറ്റൊരാളുടെ മിസ്വാക്ക് അയാളെ പൊരുത്തം അറിയാതെ എടുക്കൽ ഹറാം,
പൊരുത്തം അറിഞ്ഞെടുത്താൽ ഖിലാഫുൽ ഔല. പൊരുത്തമുണ്ടായിരിക്കെ ബറക്കത്തിന് വേണ്ടിയാണെങ്കിൽ ജായിസ്. വായിൽ നജിസോ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന നിർബന്ധമോ ഉണ്ട്, മിസ്വാക്ക് ചെയ്താലേ അത് പോവൂ എങ്കിൽ അത് നിർബന്ധം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിധി മിസ്വാക്ക് ചെയ്യുക എന്ന കർമ്മത്തിന് വന്നേക്കാം. യതഅക്കദു സിവാക്കുലി കുല്ലി വുളുഇൻ. മിസ്വാക്ക് ചെയ്യൽ ശക്തിയായ സുന്നത്താകും എല്ലാ വുളുഇനും, സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിനും, സജദത്തി തിലാവത്തിൻ തിലാവത്തിൻ്റെ സുജൂദിനും. അപ്പം ഖിറാഅത്തിൻ്റെ ഇടയിൽ ഓത്തിൻ്റെ ഇടയിൽ തിലാവത്തിൻ്റെ സുജൂദ് വന്നാൽ ആ സുജൂദിന് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ ശക്തിയായ സുന്നത്തുണ്ട്. സജിദത്തി ശുക്രിൻ ശുക്രിൻ്റെ സുജൂദിൻ്റെ സമയത്തും, വലി ഖിറാഅത്തി ഖുർആനിൻ ഖുർആൻ ഓതാൻ വേണ്ടി, ഹദീസിൻ ഹദീസ് ഓതാൻ വേണ്ടി, ഇൽമിൻ ശറഈൻ ശറഈയ ഇൽമു വായിക്കാനും പഠിക്കാനും വേണ്ടി, ദിക്രിൻ ദിക്ർ ചൊല്ലാൻ വേണ്ടി, ദുഖൂലി മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി, മൻസിലിൻ വീട്ടിൽ പ്രവേശിക്കാൻ വേണ്ടി. സ്വന്തം വീട് അങ്ങോട്ടൊക്കെ പ്രവേശിക്കുമ്പോൾ ആരാ മിസ്വാക്ക് ചെയ്യാറുള്ളത്? പക്ഷേ ശക്തിയായ സുന്നത്താണ്. അപ്പോൾ പുറത്ത് പല്ല് തേച്ചിട്ട് വീട്ടിലേക്ക് കയറുക. ഈ സുന്നത്ത് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. നൗമിൻ ഉറങ്ങാൻ വേണ്ടി, വസ്തീക്കാലും മിൻഹു ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, വാക്കിലിൻ ഭക്ഷിക്കാൻ വേണ്ടി, തവാഫിൻ തവാഫിന് വേണ്ടി, തഗയ്യുരി ഫമിൻ വായ വൃത്തികേടാവുന്ന സമയത്ത്, ഔസിന്നിൻ അല്ലെ പല്ല് വൃത്തികേടാവുന്ന സമയത്ത്, വഫിസ്സഹരി പാതിരാ നേരത്ത് എഴുന്നേറ്റിട്ട് മിസ്വാക്ക് ചെയ്താൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. വഇൻദൽ ഇഹ്തിളാർ മരണമാസന്നമായ വ്യക്തി ആ മരണമാസന്നമായ സമയത്ത് മിസ്വാക്ക് ചെയ്യൽ ശക്തിയായ സുന്നത്താണ്. ഇങ്ങനെ നിരവധി സമയങ്ങളിൽ മിസ്വാക്ക് സാധാ സുന്നത്തല്ല ശക്തിയായ സുന്നത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യുക എന്ന ഈ ഒരു നല്ല മര്യാദ നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കണം. വൈന്ദബു തഹ്ലീലു പല്ലിൽ കുത്തലും കൂടി സുന്നത്തുണ്ട്. പല്ലിൻ്റെ ഇടയിൽ തിക്കകറ്റുക എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഇടയിലുള്ള വൃത്തികേടുകൾ ഇങ്ങനെ പോക്കുക. ഖബൽ ഇസ്തിയാക്കി വബഅദഹു മിസ്വാക്ക് ചെയ്യും മുമ്പും ശേഷവും, അമിൻ അസരി ത്വാമി ഭക്ഷണം കഴിച്ചതിന് ശേഷവും പല്ലിൽ കുത്തിയിട്ട് ആ വൃത്തികേട് പോക്കൽ സുന്നത്തുണ്ട്. വയുക്രഹു ബിനബിൽ ഹദീദി ബിൽ ഖസബി ഇരുമ്പ് മുള പോലെയുള്ള മോണക്കും പല്ലിൻ്റെ ഇനാമലിനും തകരാറ് വരുത്തുന്ന വസ്തുക്കളെ കൊണ്ട് പല്ലുകുത്തൽ കറാഹത്താണ്. ചിലപ്പോൾ ചെപ്പിത്തോണ്ടിയും പല്ലുകുത്തിയും ഒന്നിച്ച് കിട്ടും. അത്തരത്തിലുള്ള ലോഹങ്ങളെ കൊണ്ട് പല്ലുകുത്താൻ പാടില്ല, കറാഹത്ത് വരും. ഇസ്ലാം നമ്മുടെ ആരോഗ്യത്തെയും കൂടി പരിഗണിച്ചിട്ടുണ്ട്. മാത്രമല്ല മിസ്വാക്ക് ചെയ്യുക എന്നതിലും പല്ല് കുത്തുക എന്നതിലും വലിയ ആരോഗ്യവശങ്ങളുണ്ട്. ബുദ്ധിവികാസവും കണ്ണിൻ്റെ പ്രസരിപ്പും ഇങ്ങനെ തുടങ്ങി 70ഓളം രോഗങ്ങൾക്ക് മരുന്നാണ് മിസ്വാക്ക് എന്നിവരെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പതിവായിട്ട് മിസ്വാക്ക് ചെയ്യാനുള്ള ശ്രമം നാം നടത്തുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇനി എന്തുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്നാണ് ചർച്ച. ഞാൻ ഹുലാസ എൻ്റെ ക്ലാസ് ആരെങ്കിലും ബേസ് ചെയ്യുന്നുവെങ്കിൽ ഇവിടെ ഒരു പേര ഞാൻ വിട്ടിട്ടാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. അത് ആ ക്രമമൊന്ന് ശരിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സുന്നത്ത് പതിവായി നിർവഹിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഫിഖ്ഹ് പാർട്ട് 21 മിസ്വാക്കിൻ്റെ തുടർച്ച. വയഹ്സുലു ബികുല്ലി ഖശിനിൻ ഗൈരി ഇസ്ബഇഹി സ്വന്തം വിരൽ അല്ലാത്ത ഉരമുള്ള ഏതു വസ്തു കൊണ്ടും മിസ്വാക്ക് ചെയ്ത സുന്നത്ത് ലഭിക്കുന്നതാണ്. സ്വന്തം വിരൽ കൊണ്ട് പല്ല് തേച്ചാൽ മിസ്വാക്ക് ചെയ്ത സുന്നത്ത് ലഭിക്കുന്നതല്ല. മറിച്ച് ആ വിരലിൽ വല്ല തുണിയും മറ്റും ചുറ്റിയിട്ടാണെങ്കിൽ സുന്നത്ത് ലഭിക്കുകയും ചെയ്യും. വഅഫ്ളലുഹു അൽ ഉദു മിസ്വാക്കിന് ഏറ്റവും നല്ലത് ഉദാണ്. ഉദ് എന്ന മരത്തിൻ്റെ കമ്പ്. ഇന്ന് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ കൊണ്ടുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കളല്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഉദ് ആണ്, മരക്കൊള്ളിയാണ്. വൗലാഹുദുർരിഹി ത്വയ്യിബി മരക്കൊള്ളി തന്നെ പല വാസനകളും ഇതുണ്ടാവും. നല്ല
വാസനയുള്ളതാണ് ഏറ്റവും നല്ലത്. വഅഫ്ളലുഹുൽ അറാഖു, നല്ല വാസനയുള്ളവയിൽ വെച്ച് ഏറ്റവും നല്ലത് അറാഖാണ്. അത് എല്ലാവർക്കും സുപരിചിതമാണ്. അറാഖ് എന്ന് പറയുന്ന വൃക്ഷം, ചെടി. വൗലാഹുൽ മുനദ്ദ, അറാഖിൽ തന്നെ ഏറ്റവും നല്ലത് നനവുള്ളതാണ്. പച്ചയല്ല, ഉണങ്ങിയതല്ല, നനവുള്ളത്. സുമ്മൽ യാബിസു, പിന്നീട് ഉണങ്ങിയതിനാണ് സ്ഥാനം. സുമ്മർ റത്തുബു, പിന്നീട് പച്ചക്കമ്പിനാണ് സ്ഥാനം. വളരെ വ്യക്തമായി മഹാന്മാരായ ഫുഖഹ രേഖപ്പെടുത്തിയതാണിത്. മിസ്വാക്ക് എന്തായിരിക്കണം? ഏറ്റവും നല്ലത് മരക്കൊള്ളിയാണ്. അതിൽ ഏറ്റവും നല്ലത് സുഗന്ധമുള്ളതാണ്. അക്കൂട്ടത്തിൽ നല്ലത് അറാഖാണ്. അറാഖിൽ തന്നെ ഉണങ്ങിയതും നനവുള്ളതുമാണ്. പിന്നീട് ഉണങ്ങിയതാണ്. അവസാന സ്റ്റെപ്പിലുള്ളത് അറാഖിൽ പച്ചക്കമ്പാണ്. ഇത്രയും വ്യക്തമായ മിസ്വാക്ക് എന്തായിരിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്തുകൊണ്ടും ലഭിക്കുമെന്ന് നേരത്തെ പറഞ്ഞു. ഏറ്റവും നല്ലത് ഇതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. വസ്സുന്നത്തു അൻ യസ്താക അർളൻ ഫിൽ അസ്നാനി വതൂലൻ ഫിൽ ലിസാനി, പല്ലുകളിൽ വീതിയിലും നാവിൽ നീളത്തിലും മിസ്വാക്ക് ഉപയോഗിക്കലാണ് സുന്നത്ത്. വഅൻ യബ്ദഅ ബിൽ അസ്നാനിൽ ഉൽയ ഫിൽ ഐമനി വഹ്റൻ വബത്നൻ, മുകൾ വരികളിലെ പല്ലുകളെ കൊണ്ട് ആരംഭിക്കലാണ് സുന്നത്ത്. വലഭാഗത്തുള്ള അതിൻ്റെ പുറം ഉള്ള്, അതായത് വലത്തെ ഭാഗത്തെ മുകൾ വരിയുടെ പുറംഭാഗവും ഉൾഭാഗവും സുമ്മ ബിസ്സുഫ്ല കദാലിക്ക, പിന്നീട് വലതുഭാഗത്തുള്ള താഴെവരിയിലെ ഉൾഭാഗവും പുറംഭാഗവും ഉൾഭാഗവും. സുമ്മ ബിൽ ഉല്യ ഫിൽ ഐസർ സുമ്മ ബിസ്സുഫ്ല കദാലിക്, പിന്നീട് ഇടതുവശം മുകൾ വരി പുറംഭാഗവും ഉൾഭാഗവും, പിന്നീട് താഴെവരി പുറംഭാഗവും ഉൾഭാഗവും. സുമ്മ യുമിറു സിവാക അലാ സഖ്ഫി ഹൽഖിഹി ലത്തീഫൻ, പിന്നീട് അവൻ്റെ അണ്ണാക്കിൽ, ചങ്കിൻ്റെ മുകൾ ഭാഗം, അണ്ണാക്ക്, ചെറുനാക്കിൻ്റെ ആ ഭാഗമൊക്കെ ചെറിയ വളരെ പതുക്കെ മിസ്വാക്കൊന്ന് ചലിപ്പിക്കണം. അവിടെയുള്ള കഫങ്ങളൊക്കെ ഇളകി വരാൻ അത് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ട ശൈലി, രൂപം. ഇത് പ്രത്യേകം സുന്നത്താണ്, കൂലി കിട്ടും ഇത് ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ. ഇത്രത്തോളം വ്യക്തമായിട്ട് ഒരു ലോകത്തൊരു മതവും പഠിപ്പിച്ചിട്ടില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ വിചാരധാരയാകുന്ന, കർമ്മധാരയാകുന്ന മദ്ഹബിൽ ഇത് കാണാൻ കഴിയും. മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ഇത് അവലംബമാക്കിയത് അവരുടെ ഇജ്തിഹാദാണ്, ഹദീസും ഖുർആനും വെച്ചുകൊണ്ടുള്ള. വഅൻ യഖുദ സിവാക ബിയുംനാഹു, വലത്തെ കൈ കൊണ്ട് മിസ്വാക്ക് പിടിക്കൽ സുന്നത്ത്. ഇടത്തെ കൈ കൊണ്ടല്ല മിസ്വാക്ക് പിടിക്കേണ്ടത്, വലത്തെ കൈയിലാണ്. പിടിക്കേണ്ട ശൈലിയും വിശദീകരിക്കപ്പെടുന്നു. യജഅലു ഖിൻസറഹു വഇബ്ഹാമഹു വസ്ഫലഹു, പെരുവിരലും ചെറുവിരലും മിസ്വാക്കിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വിധം പിടിക്കണം. വസാഇറൽ അസാബിഇ ഫൗഖഹു, മറ്റ് 3 വിരൽ മിസ്വാക്കിൻ്റെ മുകൾ ഭാഗത്തും വരണം. ആ നിലക്കാണ് മിസ്വാക്ക് പിടിക്കേണ്ടത്. വഅൻ യഗ്സിലഹു ഖബല ഇസ്തിയാക്കി വബഅദഹു, മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പും മിസ്വാക്ക് ചെയ്ത ശേഷവും അത് കഴുകലും സുന്നത്തുണ്ട്. വഅല്ലാ യസീദ ഫീ തൂലിഹി അലാ ശിബിരിൻ, അതിൻ്റെ നീളം ഒരു ചാണിനേക്കാൾ വർദ്ധിക്കാതിരിക്കലും സുന്നത്താണ്. വളരെ വിശദമായി തന്നെ മിസ്വാക്കിൻ്റെ ശൈലി പോലും മഹാന്മാരോട് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് കർമ്മശാസ്ത്രത്തിലെ കാണും. ഇതനുസരിച്ചുകൊണ്ട് നാം മിസ്വാക്ക് ചെയ്യാനും മിസ്വാക്ക് സംഘടിപ്പിക്കാനും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫിഖ് പാർട്ട് 22. വുളൂഇൻ്റെ സുന്നത്തുകളിൽ 8-മത്തത് അൽ മൽമലത്തു വൽ ഇസ്തിൻഷാഖു. മൽമലത്ത് എന്ന് പറഞ്ഞാൽ വായയിൽ വെള്ളം കൊപ്പിളിക്കുക. വൽ ഇസ്തിൻഷാഖു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഈ 2 പ്രയോഗങ്ങൾ പഴയ കാലത്തെ നാം കേട്ടുവരുന്നതാണ്. ആ പ്രയോഗത്തിന് വലിയ അർത്ഥവും ഉണ്ട്. പുതിയ മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്യേണ്ടതില്ല. വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ വായുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിച്ചുകൊണ്ട്
ശരിക്ക് സമ്പൂർണ്ണമായി കഴുകുക എന്നതാണ്. കൊപ്പിളിക്കൽ നടക്കുമ്പോൾ ഇത് പരിപൂർണമാവും. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറഞ്ഞാൽ ശരിക്ക് മൂക്കിലേക്ക് വെള്ളം നന്നായി കയറ്റി ചെറുവിരൽ കിടത്തി മൂക്ക് വൃത്തിയാക്കി അത് ചീറ്റിക്കളയണം. അങ്ങനെ തന്നെ ചെയ്യൽ സമ്പൂർണമായ സുന്നത്തിൻ്റെ ഭാഗമാണ്. അക്കല്ലുഹുമ ഈസ്വാലുൽ മായിൽ ഫമി വൽ അംഫി, വായിലേക്കും മൂക്കിലേക്കും വെള്ളം ചേർത്തുക. വെള്ളം ചേർത്തിയാൽ അതിന് ചുരുങ്ങിയ രൂപം കിട്ടും. എന്നാൽ വൽ അക്മലു, സമ്പൂർണ്ണ രൂപം, ജംഉഹുമാ ബി സലാസി ഉറഫിൻ, 3 കോരലുകളിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചെയ്യലാണ്. അതായത് യതമൽമലു സുമ്മ യസ്തൻഷികു മിൻ കുല്ലി ഉറഫത്തിൻ മിൻഹ, 3 പ്രാവശ്യം വെള്ളമെടുക്കുക. ഓരോ പ്രാവശ്യം വെള്ളമെടുക്കുമ്പോൾ ആ ഒറ്റ പ്രാവശ്യത്തിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും തുടർന്ന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. ഇതാണ് സമ്പൂർണമായ ശൈലി. അതോടൊപ്പം വൽ മുബാലഗത്തു ഫീഹിമ, അത് രണ്ടും അങ്ങേയറ്റം ചെയ്യാവുന്ന പരമാവധി ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ ചങ്ക് വരെ അങ്ങേയറ്റം വരെ പറ്റുമെങ്കിൽ വെള്ളം കയറ്റുക. അതുപോലെ പല്ലിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ വെള്ളെത്തുന്ന രൂപത്തിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുമ്പോൾ തരിമൂക്ക് വരെ അങ്ങ് കയറ്റുക. ഈ രൂപത്തിൽ വായ ഉളുവിൽ 3 പ്രാവശ്യം, ദിവസം 5 പ്രാവശ്യം ഉളു എടുക്കുമ്പോൾ 15 പ്രാവശ്യമായി. ശരിക്ക് വായയും മൂക്കും വൃത്തിയാവാൻ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇസ്ലാമിൻ്റെ ശുദ്ധിയുടെ ഏറ്റവും വലിയ തെളിവും കൂടിയാണിത്. ഈ വായിലുള്ള കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴും അമിതമായി പ്രയോഗിക്കണമെന്ന് പറയുന്നത് ഇൻകാന മുഫ്തിറൻ, നോമ്പില്ലെങ്കിലാണ്. അമ്മ സായിമ ഫത്തുക്രവലഹു, നോമ്പുകാരനത് കറാഹത്താണ്. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് മുറിയുകയും ചെയ്യും. വൈദാറത്തുൽ മായി ഫിൽ ഫമി സുമ്മ മജ്ഹു മിൻഹു, വായിൽ വെള്ളം കറക്കിയിട്ട് തുപ്പിക്കളയിൽ സുന്നത്താണ്. വസ്തിൻഷാറുഹു മിനൽ അംഫി ബിയദിഹിൽ യുസ്ര, ഇടത്തെ കൈകൊണ്ട് മൂക്കിൽ നിന്ന് ചീറ്റിക്കളയിലും സുന്നത്താണ്. ഉളു എടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടത് ഇടത്തെ കൈ കൊണ്ടാണ്. വൈദ്ഹാലു ഹിൻസരിൻ ഫീഹി, ചെറുവിരൽ മൂക്കിലേക്ക് കടത്തിയിട്ട് ഫൈസാലത്തു മാ ഫീഹി മിനൽ ഖദർ, മൂക്കിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യലും സുന്നത്താണ്. ഇത് രണ്ടും മൽമോത്തും ഇസ്തിൻഷാക്കും ഒന്നിച്ചു ചെയ്യേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞത് മുങ്കൈ കഴുകിയതിന് ശേഷം മിസ്വാക്ക് ചെയ്ത ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നതാണ്. ഈ ക്രമം അനിവാര്യമാണ്. എന്തിന്? ഈ സുന്നത്തുകൾ പരിഗണിക്കപ്പെടാൻ. ആദ്യം മിസ്വാക്ക് ചെയ്തു പിന്നെ മുങ്കൈ കഴുകിയാൽ മിസ്വാക്കിന് ആ സമയം നെയ്യത്ത് വച്ചാൽ അതിൻ്റെ കൂലി കിട്ടും, വുളൂവിന് സുന്നത്ത് കിട്ടുന്നതല്ല. മുങ്കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ചതിന് ശേഷമാണ് മിസ്വാക്ക് ചെയ്യുന്നതെങ്കിലും വുളൂവിൻ്റെ സുന്നത്തായിട്ട് ആ മിസ്വാക്ക് പരിഗണിക്കപ്പെടുന്നതല്ല. കാരണം ക്രമം തെറ്റിയതുകൊണ്ട്. ആകയാൽ മിസ്വാക്ക് ചെയ്യും മുമ്പ് വായ ഒന്ന് നനക്കണം എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വുളു എടുക്കാൻ പോകുന്നതിന് മുമ്പ് മുങ്കൈ കഴുകും മുമ്പ് വായ ഒന്ന് നനച്ചു വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അങ്ങനെ നനച്ചതിന് ശേഷം നമ്മൾ 2 കൈകൾ കഴുകി മിസ്വാക്ക് ചെയ്ത് വായിൽ വെള്ളം കൊപ്പിളിച്ചാൽ ഈ സുന്നത്ത് നമുക്ക് ലഭിക്കും. ഈ ക്രമം പാലിച്ചുകൊണ്ട് വുളു എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇനി അടുത്ത സുന്നത്ത് ഞാൻ കിതാബിലെ ഖുലാസയുടെ ക്രമപ്രകാരമാണ് പറയുന്നത്. മാ യുത്ലബു ഫിൽ മസ്ഹി, തടകുമ്പോൾ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങൾ. മൊത്തം 9ാമത്തെ സുന്നത്ത് ഇസ്തിആബു മസ്ഹിർ റഅസി, തല തടവൽ സമ്പൂർണ്ണമാക്കലാണ്. തലയിൽ നിന്ന് അല്പം തടകിയാൽ മതി, അത് ഫർളാണ്. എന്നാൽ സമ്പൂർണ്ണമായി തല തടവുക എന്നത് സുന്നത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നു. അതിൻ്റെ ശൈലി രൂപവും ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പ്രതിപാദിക്കാം. അസ്സലാമു അലൈക്കും. ഫിഖ് പാർട്ട് 23, തലതടകൾ. ഫിഖ് പാർട്ട് 23, തലതടകൾ തുടർച്ച.
യുസന്നു ഇസ്തിആബുഹു ലിൽ ഇത്തിബാഇ, തല മുഴുവനും തടവൽ സുന്നത്താണ്. മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഖുറൂജൻ മിൻ ഖിലാഫി മാലിക്കിൻ വ അഹ്മദ റഹിമഹുമുല്ലാഹു തആല ഹൈസു ഔജബാഹു. ഇമാം മാലിക്, ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹുമ അവരുടെ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായത്തിൽ തല മുഴുവൻ തടയൽ സുന്നത്തല്ല, നിർബന്ധമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ മറ്റു മദ്ഹബിൻ്റെയും കൂടെ അഭിപ്രായം മാനിക്കൽ സുന്നത്തുണ്ട്. ഫഇൻ ഇഖ്തസറ അലൽ ബഅദി ഫൽ ഔല അൻ യകൂന ഹുവൻ നാസിയത. ഫുള്ള് തടവാതെ അല്പം മാത്രമേ തടകുന്നുള്ളൂ എങ്കിൽ ആ അല്പം മൂർധാവായിരിക്കലാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം വയംബഗി അല്ലാ യഖ്തസിറ അല അഖല്ല മിന റുബുഇ, 1/4 കുറഞ്ഞതിൽ ചുരുക്കാതിരിക്കലും അനിവാര്യമാണ്. കാരണം ഖുറൂജൻ മിൻ ഖിലാഫി അബി ഹനീഫത്ത, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് ലിഅന്നൽ മഷ്ഹൂർ അൻഹു വുജൂബു റുബുഇ, 1/4 തടവൽ നിർബന്ധമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മദ്ഹബിൽ പ്രസിദ്ധം. അപ്പോൾ ഫുള്ള് തടകുന്നില്ലെങ്കിൽ 4/4 തടകാൻ ശ്രമിക്കണം, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് പരിഗണിച്ചുകൊണ്ട്. അത് മൂർധാവിലായിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി മുഴുവൻ തടവുകയാണെങ്കിൽ അതിൻ്റെ രൂപം എങ്ങനെയാണ്? എങ്ങനെയുമാവാം. പക്ഷേ വൽ അഫ്ളു, ഏറ്റവും ശ്രേഷ്ഠം, ഫീ കൈഫിയത്തിൽ ഇസ്തിആബി, തല സമ്പൂർണ്ണമായി തടകുന്ന രൂപത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശൈലി, ഐ യളഅ ഇബ്ഹാമൈഹി, 2 പെരുവിരൽ വെക്കുക കയ്യിൻ്റെ, അലാ സദ്ഗൈഹി, ആട്ടുംചെന്നി എന്ന് പറയുന്ന ആ സ്ഥലത്ത്, വയുർസിക്ക യഹദാ സബ്ബാബത്തിഹി ബിൽ ഉഖറ, 2 ചൂണ്ട് വിരലുകൾ പരസ്പരം ചേർത്തി വെക്കുക തലയുടെ മുൻവശത്ത്. സുമ്മ യദ്ഹബ ബിഹിമാ മഅ ബഖിയത്തി അസാബിഹി ലികഫാഹു, പിന്നീട് മറ്റു വിരലുകൾ ഉൾപ്പെടെ പിരടിയിലേക്ക് ആ 2 കൈകളെ കൊണ്ടുപോവുക. സുമ്മ യർദുഹുമ ഇലൽ മബ്ദഇ, പിന്നെ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. പക്ഷെ അത് ഇൻ കാന ലഹു ഷാറുൻ യൻഖലിബു, അങ്ങോട്ടും ഇങ്ങോട്ടും മറയാൻ മാത്രം മുടി ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ മറയുന്ന മുടി ഉണ്ടെങ്കിലാണ്. വയില്ല, അങ്ങനെ മറയാൻ മാത്രം മുടിയില്ല, മൊട്ടയാണ്, അല്ലെങ്കിൽ മുടി മറയില്ല, സ്ത്രീകളുടെ മുടി പോലെ വലിയ നീണ്ട മുടിയാണ്. ഫൽ യഖ്തസിർ അല ദഹാബി, എന്നാൽ പെരടിലേക്ക്, പുറംഭാഗത്തേക്ക്, ബാക്കിലേക്ക് കൊണ്ടുപോയാൽ മതി, തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. അപ്പോൾ തലയിൽ തീരെ മുടിയില്ലാത്ത, ചെറിയ മുളച്ചു വരുന്ന മുടിയുള്ള ആൾക്കാർക്കൊന്നും തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. ഈ തിരിച്ചു കൊണ്ടുവരുന്നതിനാന്ന് വെച്ചാൽ മുടിയുടെ 2 ഭാഗവും നനയാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞു നിൽക്കുന്ന മുടി ഉണ്ടെങ്കിലേ അത് വേണ്ടൂ. സ്ത്രീകളുടെ മുടി വലിയ മുടിയായതുകൊണ്ട് തിരിച്ച് കൈ വരുമ്പോൾ മുടി ഇങ്ങോട്ട് മറഞ്ഞു വരില്ലല്ലോ, അപ്പോൾ അവർ അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. പുരുഷന്മാർ തന്നെ മറയുന്ന വലുപ്പത്തിൽ മുടി ഉണ്ടെങ്കിൽ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. വഇൻ കാന അലാ റഅസിഹി നഹു ഇമാമത്തിൻ തമ്മമ അലൈഹ ബഅദ മസ്ഹിൻ നാസിയത്തി ലിൽ ഇത്തിബാഇ, ഇനി തലയിൽ നല്ല തലപ്പാവുണ്ട്, നല്ല സുന്ദരമായ തലപ്പാവ് കെട്ടിയിട്ടുണ്ട്, തലയിൽ അഴിച്ചു മാറ്റാൻ പ്രയാസമുണ്ട്. എന്നാൽ അവിടെ ഒരു ശൈലിയുണ്ട്, മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തന ശൈലി. ആദ്യ പ്രാവശ്യം മൂർധാവ് തടകിയിട്ട് ബാക്കി 2ഉം 3ഉം ഈ തലകെട്ടിൻ്റെ മുകളിൽ തടകിയാൽ മതി. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതാണ് തല തടകുന്നതിൻ്റെ സമ്പൂർണമായ ശൈലി. നമ്മളെപ്പോഴും വുളൂ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പൂർണ്ണ ശൈലി തന്നെ സ്വീകരിക്കാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ വുളൂഇൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ കാരണമായി തീരുക. മടിയും അശ്രദ്ധയും ഈ വിഷയത്തിൽ നാം വർജിക്കണം, പഠിച്ച സ്ഥിതിക്ക് പ്രാവർത്തികമാക്കുകയും വേണം. ഇനി 10ാമത്തെ സുന്നത്ത് മസ്ഹുൽ ഉദ്നൈനി, 2 ചെവി തടവുക എന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സുന്നത്താണിത്. പലരും ചെവിക്കുന്നി പിടിച്ചിട്ട് തടകുന്നു കാണാം, ചെവിക്ക് ഇങ്ങനെ തൂണ്ടുന്ന കാണാം, തട്ടുന്ന കാണാം. ഇതൊക്കെ നാം കണ്ടുവരുന്ന തടവൽ ശൈലികളാണ്. ആ ശൈലിയൊന്നും ശരിയല്ല. 2 ചെവിക്കുട എന്ന് പറയുന്നത് ചെവിയുടെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ്.
അതിൽ അഴുക്കുകളും പൊടിയും പടലൊക്കെ ധാരാളം വന്ന് അടിഞ്ഞുകൂടും. അന്തരീക്ഷത്തിലെ എല്ലാം അതിലുണ്ടാകും. അതൊക്കെ പോകാവുന്ന വിധത്തിലുള്ള ഒരു ശുദ്ധീകരണം ഈ തടവലിൽ കിട്ടുന്ന വിധത്തിലാണ് ഇസ്ലാം കർമ്മശാസ്ത്രം ഫിഖ് നമ്മോടത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു 9 പ്രാവശ്യം തടവൽ വരുന്നുണ്ടെന്ന്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാത്തിരുന്നു കേൾക്കാം. ഫിഖ് 24. മസ്ഹുൽ ഉദ്നൈനി, 2 ചെവി തടവൽ. അഖല്ലുഹു ഈസാലുൽ ബലലി ഇലൈഹിമ, ചെവി തടവുന്നതിൻ്റെ ചുരുങ്ങിയ രൂപം 2 ചെവിയിലേക്കും നനവ് ചേർക്കലാണ്. 2 ചെവിയിൽ നനവെത്തിയാൽ ചുരുങ്ങിയ രൂപമായി. വല്ലക്മലു, പരിപൂർണമായ രൂപം, ഐ യംസഹ ളാഹിറഹുമ വ ബാത്തിനഹുമ ബി ഇബ്ഹാമൈഹി വ സബ്ബാബത്തൈഹി, ഉള്ളും പുറവും 2 പെരുവിരൽ കൊണ്ടും 2 ചൂണ്ടുവിരൽ കൊണ്ടും തടവലാണ്. ബിമാഇൻ ഗൈരി മാഇ റഅസി, തലയ്ക്കു വേണ്ടി എടുത്തതല്ലാത്ത പുതിയ വെള്ളം കൊണ്ട്. തള്ളവിരൽ, പെരുവിരൽ ചെവിൻ്റെ പുറംഭാഗം തടവാനും ചൂണ്ടുവിരൽ ചെവിക്കുടയുടെ ഉൾഭാഗം തടവാനും ഉപയോഗപ്പെടുത്തുക. ഇത് 3 പ്രാവശ്യം നിർവഹിക്കണം. അപ്പോൾ ചെവി ഫുള്ള് തടവലായി. ആ ചെവിയുടെ ഉൾഭാഗം അതിൻ്റെ എല്ലാ ഭാഗത്തും, അതിൻ്റെ വളഞ്ഞു പൊളഞ്ഞ ഭാഗത്തൊക്കെ എത്തുന്ന വിധം ചെറുവിരൽ കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ട് തടവുക. പെരുവിരൽ കൊണ്ട് പുറം ഭാഗവും തടവുക. സുമ്മ സിമാഹൈഹി ബിത്വറഫൈ മുസബ്ബിഹത്തൈഹി ബിമാഇൻ ജദീദിൻ, പിന്നീട് 2 ചൂണ്ടുവിരലിൻ്റെ അറ്റങ്ങളെ കൊണ്ട് പുതിയ വെള്ളം ഉപയോഗിച്ചിട്ട് ചെവിക്കുണ്ട് തടവുക. അഥവാ ചെവിയുടെ ഓട്ടയിലേക്ക് 2 ചൂണ്ടുവിരൽ കടത്തുക പുതിയ വെള്ളം ഉപയോഗിച്ചിട്ട്. അങ്ങനൊരു 3 പ്രാവശ്യം, 6 പ്രാവശ്യമായി. സുമ്മ യുൽസിക കഫൈഹി വഹുമാ മബ്ലൂലത്താനി, പിന്നീട് 2 മുൻകൈകൾ നനച്ചുകൊണ്ട് ചെവിയോട് ചേർത്ത് വെക്കുക. ഇസ്തിൽഹാറൻ, ആ ചെവി സമ്പൂർണമായി തടവിയെന്ന് ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി. ഇതാണ് ചെവി തടവുന്നതിൻ്റെ പൂർണ്ണമായ രൂപം. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തടവിയിട്ടുണ്ടായിരിക്കുമോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പകർത്തിയാൽ ആ സുന്നത്ത് എടുത്തു എന്ന് പറയാം. അപ്പോൾ ഇനി അങ്ങോട്ട് സമയമുണ്ടെങ്കിൽ ചെവി തോണ്ടുന്നതിന് പകരം, ചെവിക്കുന്നി പിടിക്കുന്നതിന് പകരം പെരുവിരൽ ഉപയോഗിച്ചുകൊണ്ട് പുറംഭാഗം മുഴുവനും ചൂണ്ടുവിരൽ ഉപയോഗപ്പെടുത്തി ഉൾഭാഗം മുഴുവനും 3 പ്രാവശ്യം തടയിയിട്ട് വീണ്ടും ഒരു 3 പ്രാവശ്യം ചൂണ്ടുവിരൽ നനച്ച് ചെവിക്കുണ്ടിലേക്ക് ഇറക്കി വെച്ച് പിന്നീടൊരു 3 പ്രാവശ്യം മുൻകൈകൾ നനച്ച് ചെവിയോട് ചേർത്ത് പിടിച്ച് ആ തടവൽ സമ്പൂർണ്ണമാക്കിയാൽ ആ ഒരു വുളൂഇൻ്റെ പവറും പ്രസരിപ്പും എത്രയായിരിക്കും? അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് തടവലുമായി ബന്ധപ്പെട്ട സുന്നത്താണ്. ഇനി മായുത്തലബു ഫി സബ്ബി വൽ ഗസ്ലി, വെള്ളം ഒഴിക്കുന്ന സമയത്തും കഴുകുന്ന സമയത്തും സുന്നത്തായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അഥവാ 11ാമത്തെ സുന്നത്ത്, ദൽക്കുൽ അഅ്ളായി, അവയവങ്ങൾ ഉരച്ചു കഴുകൽ. വഹുവ ഇംറാറുൽ ലദി അൽ അഅ്ളായിൽ മൗസൂല, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ കൈ ചലിപ്പിക്കലാണ്. അവ ഉരച്ചു കഴുകുക, തേച്ചു കഴുകുക എന്നർത്ഥം. വെള്ളം ഒലിച്ചാൽ ഫർള് വീടും. അതോടൊപ്പം കൈ കൊണ്ട് ശരിക്ക് തേച്ചൊരച്ച് കഴുകൽ സുന്നത്താണ്. സുന്ന ഖുറൂജ മിൻ ഖിലാഫി മാലിക്കിൻ ഹൈസു ഔജബഹു, ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്യൽ നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിൽ അത് സുന്നത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അവയവങ്ങൾ കഴുകുന്ന സമയത്ത് തല
തടവുന്ന സമയത്തല്ല, കൈ, കാല്, മുഖം ഇത് കഴുകുന്ന സമയത്ത് ഒന്ന് ഉരച്ച് കഴുകുന്നത് സുന്നത്താണ്. 12 തഹ്ലീലു കസീഫി ലഹിയത്തിൻ വ ആരിലിൻ. നേരത്തെ പറഞ്ഞിരുന്നു മുഖത്തെ മുടികളെല്ലാം ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ്. താടിയും ഇടത്താടിയും ഒഴിച്ച് തിക്കുള്ള താടിയുടെയും ഇടത്താടിയുടെയും ഉള്ളിലേക്ക് വെള്ളം ചേർത്ത് തിക്കകറ്റി കഴുകൽ സുന്നത്താണ്. അതാണിപ്പോൾ പറഞ്ഞത്. ആ താടിയുള്ളവർ ഉള്ളിലേക്ക് വെള്ളം ചേർത്തി തിക്കകറ്റി കഴുകൽ സുന്നത്തുണ്ട്. അതിനും പ്രത്യേക ശൈലിയുണ്ട്. അൽ-അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠം തഹ്ലീലുഹ താടിയുടെ തിക്ക് അകറ്റലാണ്. ബി അസാബിഇ യുംനാഹു വലതു കൈയിൻ്റെ വിരലുകളെ കൊണ്ട്, മഅ തഫ്രീഖിഹ ആ വിരൽ അല്പം അകറ്റിപ്പിടിച്ചുകൊണ്ട്, മിൻ അസ്ഫൽ താഴ്ഭാഗത്തു നിന്ന് മേൽപോട്ട്, ബി ഉറഫത്തിൻ മുസ്തഖില്ല സ്വന്തം വെള്ളമെടുത്ത്, ഒരു കോരൽ വെള്ളം സ്വന്തം എടുത്ത്, കഴുകാൻ ഉപയോഗിച്ച വെള്ളമല്ല, വേറെ വെള്ളം എടുത്തിട്ട് താഴ്ഭാഗത്തു നിന്ന് മേൽപോട്ട് വലത്തെ കൈയിൻ്റെ വിരലുകൾ അകറ്റിപ്പിടിച്ചുകൊണ്ട് തിക്കകറ്റലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശൈലി. ഇങ്ങനെ തിക്കകറ്റി കൈകൾ താടിയുള്ളവർക്ക് സുന്നത്താണ്. ബാക്കി മുടികളെല്ലാം ഉള്ളും പുറം കഴുകുന്നത് നിർബന്ധമാണെന്ന് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 12 സുന്നത്തുകൾ ഇപ്പോൾ നാം വിശദീകരിച്ചു. ഉളുവിനാകെ 6 ഫർളുകളാണുള്ളത്. ഇപ്പോൾ നാം താടി, മുഖം കഴുകുന്നിടത്തെത്തിയപ്പോൾ ഏകദേശം 12 സുന്നത്തുകളായി. ഈ സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ പകർത്തിയാൽ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഫിഖ്ഹ് 25. 13ാമത്തെ സുന്നത്ത് തഖ്ലീലുൽ അസ്വാബിഅ വിരലുകൾ തിക്കകറ്റുക. അൽ അഫ്ളലു കൗനുഹു ഫിൽ യദൈനി ബിത്തശ്ബീക് 2 കൈകളുടെ വിരലുകൾ പരസ്പരം കോർത്തുകൊണ്ടാണ് തിക്കകറ്റാൻ ഏറ്റവും നല്ലത്. വഫിർ റിജ്ലൈനി 2 കാലുകളിൽ ബിഹിൻസരി യദിഹിൽ യുസ്റ ഇടതു കൈയിൻ്റെ ചെറുവിരൽ കൊണ്ടാണ് തിക്കകറ്റേണ്ടത്. മിൻ അസ്ഫലിൽ അസ്വാബിഇ വിരലുകളുടെ താഴ്ഭാഗത്തു നിന്നാണ് തിക്കകറ്റേണ്ടത്. മുബ്തദിഅൻ മിൻ ഹിൻസരി റിജ്ലിഹിൽ യുംന വലതുകാലിൻ്റെ ചെറു വിരലിൽ നിന്ന് തുടങ്ങി, വ മുഹ്തതിമൻ ബിഹിൻസരിൽ യുസ്റ ഇടതുകാലിൻ്റെ ചെറുവിരൽ കൊണ്ട് അവസാനിപ്പിക്കുന്ന വിധം. അപ്പോൾ കാലിൻ്റെ വിരലുകൾ തിക്കകറ്റുന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ഇവിടെ പരാമർശിച്ചത്. പഴയ കാലത്തെ സൂക്ഷ്മാലുക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നത് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കാൽ കൈകൊണ്ട് ഉരസാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. നിന്ന നിപ്പിൽ കാലിൽ വെള്ളം പാർന്നിട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ശരിക്കും വെള്ളം തന്നെ എല്ലായിടത്തും എത്താത്തൊരവസ്ഥ വരുന്നു. കൈകൊണ്ട് ഉരസിക്കഴുകാൻ മടിയും പ്രയാസവും അനുഭവപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നു ചേരുന്ന പ്രശ്നങ്ങളാണ്. ഇടത് കൈയിൻ്റെ ചെറുവിരൽ കാൽവിരലിൻ്റെ അടിഭാഗത്തൂടെ ഇടയിലൂടെ മുൾപോട്ടെടുത്തിട്ട് തിക്കകറ്റണം. അതും വലതുകാലിൻ്റെ ചെറുവിരൽ തുടങ്ങിയിട്ട് ഇടത്തെ കാലിൻ്റെ ചെറുവിരലാണ് അവസാനിപ്പിക്കേണ്ടത്. ഈ വിധം കാലിൻ്റെ വിരൽ തിക്കകറ്റൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ്. പൊതുവെ തിക്കകറ്റൽ സുന്നത്തുമാണ്. എന്നാൽ വയജിബു ഫീ മുൽത്തഫത്തിൻ വളഞ്ഞിരിക്കുന്ന വിരലുകളിൽ തിക്കകറ്റുകയിൽ നിർബന്ധമാണ്. കാരണം അവിടേക്ക് വെള്ളം ചേരൂല. ഇത് കാൽ കഴുകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മടങ്ങി വളഞ്ഞിരിക്കുന്ന വിരലിനുള്ളിലേക്ക് വെള്ളം ചേരാത്ത സാഹചര്യമാണെങ്കിൽ അവിടെ തിക്കകറ്റൽ നിർബന്ധമായിരിക്കും, സുന്നത്തല്ല. വയഹ്റമു ഫീ മുൽത്തഹിമത്തിൻ പരസ്പരം ഇറച്ചി വന്ന് കൂടി ചേർന്ന് 2 വിരലാണെങ്കിൽ അതെല്ലാം കൂടി പിച്ചിക്കീറി തിക്കകറ്റി കഴുകൽ പാടില്ലാതെ ഹറാമുമാണ്. ഇതാണ് വിരലുകൾ തിക്കകറ്റുന്നതിൻ്റെ ശൈലിയും സുന്നത്തും. 14ാമത്തെ സുന്നത്ത് ഇത്വാലത്തുൽ ഉറത്തി വത്തഹ്ജീൽ മുഖം, കൈകാലുകൾ ഇത് കഴുകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പരിധികൾക്ക് അപ്പുറത്തേക്ക് കഴുകുക.
മുഖം കൈകാലുകൾ നീട്ടിക്കഴുകുക എന്ന് പറയാറില്ലേ? നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞാൽ പരിധിൻ്റെ അപ്പുറത്തേക്ക് നീട്ടുക എന്നർത്ഥം. ഹിയ വസ്ലുമാ ഫൗക്കൽ വാജിബി മിൻഹുമ, രണ്ടിൻ്റെയും അഥവാ കൈകാലുകളും മുഖവും ഇവയിൽ നിർബന്ധമായതിൻ്റെ അപ്പുറത്തേക്ക് കഴുകലാണ്. ആയത്തുൽ അവലി, മുഖത്തിൻ്റെ അങ്ങേയറ്റത്തെ പരിധി, ഐ യവസില മാൽ വജിഹി, മുഖത്തോടൊപ്പം കഴുകലാണ്. മുഖദ്ദമ റസിഹി, തലയുടെ മുൻവശം, വൽ ഉദുനൈനി, രണ്ട് ചെവികളും, വസഫഹത്തൈ ഒനുക്കിഹി, പിരടിയുടെ രണ്ട് ഭാഗങ്ങളും കൂടെ കഴുകിയാൽ മുഖം കഴുകുമ്പോൾ നീട്ടിക്കഴുകി എന്ന സുന്നത്ത് ലഭിക്കും. ആയത്തുസ്ഥാനി, കൈകാലുകൾ നീട്ടിക്കഴുകുക എന്നതിൻ്റെ പരമാവധി, ഇസ്തിയാബുൽ അലുദൈനി വസ്സാക്കൈനി, കൈകളാകുമ്പോൾ രണ്ട് തോൾ കൈകൾ മുഴുവനും കഴുകുക. കാലുകളിൽ തണ്ടങ്കാല് ഫുള്ള് കഴുകുക, അഥവാ മുട്ട് വരെ കഴുകുക. അപ്പോൾ കക്ഷം വരെ കൈയും മുട്ട് വരെ കാലും കഴുകിയാൽ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ സമ്പൂർണ്ണമായ ശൈലിയായി. ഇങ്ങനെ കൈകാലുകൾ നീട്ടിക്കഴുകുക പരിധി